ഓക്കെ, ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എക്സാം പോയിൻറ്റ് ലൈവ് ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ +2കാർക്ക് പരീക്ഷയാണിപ്പോൾ. അപ്പോൾ അവർക്ക് നാളെ കെമിസ്ട്രി എക്സാമാണ്. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നാളത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനായിരിക്കും എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്നലെ കെമിസ്ട്രിയുടെ ഒരു പാർട്ട് റിവിഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ പാർട്ട് ബി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് 4 എണ്ണമാണ്. 4 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്, പിന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പിന്നെ വരുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട് ബയോമോളിക്യൂൾസ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലൈവ് പോയതിൻ്റെ ലൈവ് ക്ലാസ്സസ് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ എല്ലാവരും ആ ക്ലാസ് പോയി കാണുക. നല്ല അടിപൊളി ക്ലാസ്സാണ്. ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് നാളെ അടിപൊളിയായിട്ട് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബാക്കി സൊല്യൂഷൻസ്, പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സിൻ്റെ ലൈവ് നന്നായിട്ടിരുന്ന് ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ കയ്യിലൊരു സൊല്യൂട്ട് ഉണ്ടാവും. ആ സൊല്യൂട്ട് എടുത്തിട്ട് നമ്മളൊരു സോൾവെൻറ്റിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നോ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതൊക്കെ നമ്മൾ ചെറുപ്പം തുടങ്ങിയ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ +2 ആദ്യം പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസിൻ്റെ വേറെ കുറച്ച് പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കുറച്ച് ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മിക്സ് ചെയ്യുന്നുണ്ടോ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺസെൻട്രേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് വല്ല 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും, വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. നിങ്ങൾ എന്ത് എഴുതണം, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഓരോരോ വേസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെഫിനിഷനാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ദ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പോണൻറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ ഈസ് ദ മാസ് ഓഫ് ദി കോമ്പോണൻറ്റ് പെർ 100 gram ഓഫ് ദി സൊല്യൂഷൻ. അതായത് നമ്മുടെ 100 gram ഓഫ് സൊല്യൂഷനിൽ നമ്മൾ എത്രത്തോളം സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ആ സൊല്യൂട്ടിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാസ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് കോമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, അതായത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 10 gram ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 90 gram + 10 gram ആണ് മൊത്തത്തിൽ 100 gram ആവുക. ഓക്കെ, സോ 100 gram ഓഫ് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 gram ഓഫ് ഗ്ലൂക്കോസ് ഇൻ 90 gram ഓഫ് വാട്ടർ. ഓക്കെ, സോ ഫസ്റ്റത്തെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് മാസ് പെർസെൻറ്റേജ്, അതിൻ്റെ ഫോർമുല എഴുതാൻ പറയും. ഓൾസോ ഇത് വന്നിട്ടുള്ള പ്രോബ്ലംസും ചെയ്യാൻ പറയും. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഇത്ര സൊല്യൂട്ട് ആഡ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് എത്ര എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ടത് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഫോർമുല നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് V/V എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ പഠിച്ചത് മാസ് പെർസെൻറ്റേജ് ആണ്, അപ്പോൾ മാസ് എടുത്തു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വോളിയം പെർസെൻറ്റേജ് ആണ്. സോ വോളിയം ആണ്. സോ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ ഈസ് ദി വോളിയം ഓഫ് ദി കമ്പോണൻറ്റ് പെർ 100 വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി കമ്പോണൻറ്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് പെർസെൻറ്റേജ് എന്തായിരുന്നു, മാസ് ഓഫ് ദി കമ്പോണൻറ്റ്. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് എന്താവും, വോളിയം ഓഫ് ദി കമ്പോണൻറ്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഈ ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇതിന് നമുക്ക് തന്നിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാകും.
അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എത്തനോൾ സൊല്യൂഷൻ V/V തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 10 milliliter ഓഫ് എത്തനോൾ ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 milliliter ഓഫ് വാട്ടർ. അങ്ങനെയാണ് 100 milliliter ഓഫ് സൊല്യൂഷൻ നമുക്ക് കിട്ടാം. ഓക്കെ, അടുത്തത് വരുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ ആദ്യം മാസ് പെർസെൻറ്റേജ് പഠിച്ചു, പിന്നെ വോളിയം പെർസെൻറ്റേജ് പഠിച്ചു. ഇനി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 milliliter ഓഫ് ദ സൊല്യൂഷൻ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് മെഡിസിൻസിലും ഫാർമസിയിലാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ഏത് കോൺസെൻട്രേഷനാണ്, ഏത് വേ ഓഫ് കോൺസെൻട്രേഷനാണ് നമ്മൾ മെഡിസിനിലും ഫാർമസിയിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. 1 മാർക്കിനൊക്കെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പാർട്സ് പെർ മില്യൺ, അല്ലെങ്കിൽ നമ്മളതിനെ PPM എന്ന് വിളിക്കും. മില്യൺ എന്ന് വെച്ചാൽ എന്താ? 10⁶ ആണ്. സോ 10⁶ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പാർട്സ് പെർ മില്യൺ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ പാർട്സ് ഓഫ് എ സൊല്യൂട്ട് പെർ മില്യൺ പാർട്സ് ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, സോ ഒരു സൊല്യൂട്ട് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ, അതായത് പാർട്സ് പെർ മില്യണിലാണ് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇഫ് നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, മൈന്യൂട്ട് എമൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വേ ഓഫ് എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുക? നിങ്ങൾ എന്ത് എഴുതണം? പാർട്സ് പെർ മില്യൺ. ഓക്കെ, സോ പാർട്സ് പെർ മില്യൺ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ PPM is equal to number of parts of the components by total number of parts of all components of the solution into 10⁶, അല്ലെങ്കിൽ mass of solute by total mass of solution into 10⁶. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പാർട്സ് പെർ മില്യൺ കണ്ടുപിടി. ഓക്കെ, ഇനി അടുത്തത് മോൾ ഫ്രാക്ഷൻ. ഇനി വരുന്ന എക്സ്പ്രഷൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ മോൾ ഫ്രാക്ഷൻ ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ മോളാർ മാസ്. അതിന് നമ്മൾ W/M എന്നെഴുതും. ഇപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അതിൽ ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻ്റ് ഉണ്ട്, 2 കമ്പോണൻസേ ഉള്ളൂ. അപ്പോൾ NA എന്ന് പറയുന്നതാണ് A എന്ന് പറയുന്നതിൻ്റെ നമ്പർ ഓഫ് മോൾസും NB ആണ് ബിയുടെ നമ്പർ ഓഫ് മോൾസ് എന്നും വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A, അതായത് കൈ A നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുക, ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് A ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് B, chi B is equal to number of moles of B by number of moles of A plus number of moles of B. ഓക്കെ, അപ്പോൾ ഈ chi A plus chi B ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ ഓർത്ത് വയ്ക്കുക, the sum of mole fractions of all the components present in the solution is always equal to 1. എല്ലാ സൊല്യൂഷൻസിൻ്റെയും എല്ലാ കമ്പോണൻസിൻ്റെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. സോ നമ്മൾ മോൾ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും. സോ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഒരു സൊല്യൂഷനിൽ I നമ്പർ ഓഫ് കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും: chi 1 പ്ലസ് chi 2 പ്ലസ് എക്സെട്ര chi 1 വിൽ ബി ഈക്വൽ ടു chi I വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, പിന്നെ ഒരു കാര്യം, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സ്പ്രഷനാണ്. അതിന് ഡെഫിനിഷൻ വന്നിട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് നമ്മളെങ്ങനെ എഴുതുക? NB/V ഇൻ ലിറ്റർ. NB എന്ന് നമ്മളിങ്ങനെ എഴുതാം മാസ് ബൈ മോളാർ മാസ്. സോ WB എന്ന് പറയുന്നത് മാസ് ആൻഡ് M എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് B ആൻഡ് V ഇൻ ലിറ്റർ. ഓക്കെ, ഇനി വോളിയം നമുക്ക് മില്ലി ലിറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. M ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു V ഇൻ മില്ലി ലിറ്റർ ഇൻറ്റു 1000. ഓക്കെ, സോ മൊളാരിറ്റി എന്ന് പറയുന്ന എക്സ്പ്രഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ഫോമുലയും അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷനും പഠിച്ച് വെക്കുക. 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് മൊളാരിറ്റി. അടുത്തത് വരുന്നത് മൊളാലിറ്റി. മൊളാരിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് മൊളാലിറ്റി. സോ മൊളാരിറ്റി രണ്ടും 2 ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. മൊളാലിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്.
മൊളാലിറ്റി എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ബൈ kilogram of the solvent. Okay, so equation will be number of moles of solute by mass of the solvent in kilogram. Number of moles നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? NB by WA in kilogram. WA എന്ന് പറയുന്നത് നമ്മുടെ സോൾവെൻ്റ് ആണ്, W എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ആണ്. ഓക്കെ, സോ WB by MB, NB അതായത് നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. സോ WB by MB into WA in kilogram. ഇഫ് നമുക്ക് സോൾവെൻറ്റിൻ്റെ മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. M ഈസ് ഈക്വൽ ടു WB by MB ഇൻറ്റു WA ഇൻ ഗ്രാംസ് ഇൻറ്റു 1000. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്. അതിൽ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലാണ് ഈ 3 എക്സ്പ്രഷൻസിൻ്റെ ബേസിസിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കേട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. സോ ഹെൻറീസ് ലോവിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ആദ്യം ഇട്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹെൻറീസ് ലോ, റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. അപ്പോൾ ഹെൻറീസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യണം, ലോ ആണ്. സോ നമ്മുടേതായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എഴുതരുത്, കറക്റ്റ് ടെക്സ്റ്റിൽ എന്താണോ തന്നിരിക്കുന്നത് ആ കറക്റ്റ് വരുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ആൻഡ് ഓൾസോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹെൻറീസ് ലോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ സോല്യൂബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹെൻറീസ് ലോ പറയുന്നത്. സോ ദ സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ഗ്യാസ്. അതായത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്, അതിലെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡും സൊല്യൂട്ട് ഗേഷ്യസ് ഫോമിലാണ്. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു സൊല്യൂഷനിൽ ദ സോല്യൂബിലിറ്റി ഓഫ് ദാറ്റ് സൊല്യൂട്ട്, ആ സൊല്യൂട്ടിൻ്റെ സോല്യൂബിലിറ്റിയാണ് നമ്മൾ പറയുക. സോ സോല്യൂബിലിറ്റി ഓഫ് ദാറ്റ് സൊല്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ്. ആ തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂട്ട്, ഗേഷ്യസ് സൊല്യൂട്ടിൻ്റെ പ്രഷറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് നമ്മളെങ്ങനെ എഴുതാം? P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഖൈ എന്ന് എഴുതും. ആൻഡ് KH ഇവിടെ തന്നിരിക്കുന്നത് ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. സോ ഹെൻറീസ് ലോ അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ, ഫസ്റ്റ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഹെൻറീസ് ലോ, അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? അതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാനാണ്. ആപ്ലിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതിയാൽ മതിയാവും. സോ ഫസ്റ്റത്തെ CO2, അതായത് നമ്മൾ സോഡ വാട്ടറിലും ഡ്രിങ്ക്സിലൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ CO2ൻ്റെ സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഹൈ പ്രഷറിൽ സീൽ ചെയ്യും. സോ ഹൈ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോല്യൂബിലിറ്റി കൂടും. അതാണല്ലോ ഹെൻറീസ് ലോ. ഓക്കെ, നെക്സ്റ്റ് ടു അവോയ്ഡ് ബെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ വിച്ച് ഈസ് പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ലൈഫ് കോസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് ബബിൾസ് ഓഫ് N2 ഇൻ ദ ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡിൽ N2 ബബിൾസ് ഉണ്ടാക്കി വരുന്ന ഒരു ഡേഞ്ചറസ് മെഡിക്കൽ സിറ്റുവേഷനെയാണ് നമ്മൾ ബെൻസ് എന്ന് പറയാം. അപ്പോൾ ആ ബെൻസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് എയർ ഡൈല്യൂട്ടഡ് ഹീലിയം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ ലോ ആണ്. സോ ലോ പ്രഷറിൽ എന്ത് സംഭവിക്കും? ലോ കോൺസെൻട്രേഷൻസ് ഓഫ് O2 ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറയും. ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് കോസസ് ക്ലൈംബേഴ്സ് ടു ബിക്കം വീക്ക് ആൻഡ് അനേബിൾ ടു തിങ്ക് ക്ലിയർലി. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയാം. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഓക്സിജൻ പമ്പ്സ് ഒക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ വരുന്ന ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെൻറീസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ എഴുതാൻ. സോ അത്രേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന വേറൊരു ലോയാണ് റാവോൾസ് ലോ. ഹെൻറീസ് ലോ, റാവോൾസ് ലോ രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ ചോദ്യം വരിക സ്റ്റേറ്റ് റാവോൾസ് ലോ എന്നാണ്. സോ റാവോൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. സോ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. നമ്മളെന്താ പഠിച്ചേ? ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കൈ വെച്ചിട്ട്. ഓക്കെ, സോ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? P വെച്ചിട്ട്. സോ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. അപ്പോൾ ഡയറക്ഷൻ
പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് PI0. ഓക്കെ, അതായത് PI ഈസ് ഈക്വൽ ടു PI0 chi I. അങ്ങനെയാണ് നമുക്ക് റാവോൾസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടുക. സോ ഇതിൽ ചോദ്യം വരാം, സ്റ്റേറ്റ് റാവോൾസ് ലോ ആൻഡ് റൈറ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റാവോൾസ് ലോ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ നമ്മൾ 2 ലോസ് പഠിച്ചല്ലോ, ഹെൻറീസ് ലോ ആൻഡ് റാവോൾസ് ലോ. അപ്പോൾ റാവോൾസ് ലോ എപ്പോഴാണ് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ആവുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റാവോൾസ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ രണ്ടിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? P ഈസ് ഈക്വൽ ടു KHXും PI ഈസ് ഈക്വൽ ടു PI0 XI. Sorry, XI അല്ല chi I. So according to Raoult's law, the vapor pressure of volatile liquid in a solution is proportional to its mole fraction. അപ്പോൾ റാവോൾസ് ലോ നമ്മൾ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതുപോലെ തന്നെ ഹെൻറീസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ദ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ രണ്ടിൻ്റെയും ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു PI0 chi I എന്നും P ഈസ് ഈക്വൽ ടു KHX എന്നും കിട്ടി. അപ്പോൾ എപ്പോഴാണ് റാവോൾസ് ലോ ഹെൻറീസ് ലോൻ്റെ സ്പെഷ്യൽ കേസ് ആവുക? വെൻ KH ബിക്കം ഈക്വൽ ടു PI0. ഓക്കെ, സോ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റും എഴുതുക, രണ്ടിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് എപ്പോഴാണ് സ്പെഷ്യൽ കേസ് ആകുന്നതെന്നും കൂടി എഴുതുക. ഓക്കെ, ഇനി ചാപ്റ്ററിലെ ഏറ്റവും മെയിനായിട്ടുള്ള വേറൊരു കൺസെപ്റ്റാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, റൈറ്റ് എനി 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പിന്നെ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്കറിയാം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. സോ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അതായത് ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അതിൽ 4 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ്. അതിനെ നമ്മൾ ഡെൽറ്റ PI/PI0 എന്ന് ഡിനോട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെൻറ്റ്. അതിനെ നമ്മൾ ഡെൽറ്റ TB. ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഓക്കെ, സോ ഡെൽറ്റ TF. എഫ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ പൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, സോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇനി നമ്മൾ ഓരോ പ്രോപ്പർട്ടീസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരാം. സോ അത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ എന്താ വരുന്നത് നോക്കാം. ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ടിന് നമ്മളിപ്പോഴും B വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഒരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് നമ്മളൊരു ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയും. ഓക്കെ, പ്യുവർ സോൾവെൻറ്റിനേക്കാൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുക? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ നേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ വെച്ചിട്ട് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക. അതായത് നമ്മളൊരു സൊല്യൂട്ട് എടുത്തു, ഒരു സോൾവെൻ്റ് എടുത്തു, രണ്ടും കൂടി മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എന്താ പറയുക, അപ്പോൾ എന്ത് ചെയ്തു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MB, അതായത് M എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ മാസാണ്. സോ B എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ടാണ്. സോ MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇത് മാത്രം ഈ സംഭവത്തിൽ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാകുക. സോ P0A ഇൻറ്റു WB ഇൻറ്റു MA ബൈ P0A മൈനസ് PA ഇൻറ്റു WA.
ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് P0A, അതായത് നമ്മൾ ആ സോൾവെൻറ്റ് മാത്രമായിട്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, സോൾവെൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ. അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ എന്തെങ്കിലും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ 0 ഇടുക. സോ P0A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് വെച്ചാൽ സോൾവെൻ്റ് ആണ്, P എന്ന് വെച്ചാൽ പാർഷ്യൽ പ്രഷറാണ്, ആൻഡ് മുകളിൽ സൂപ്പർസ്ക്രിപ്റ്റായിട്ട് 0 വരുന്നത് എന്താ, പ്യുവർ സോൾവെൻ്റ് ആണ്. സോ P0A എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് ഇൻറ്റു WB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതിൽ മിക്സ് ചെയ്തു. സോ WB ഈസ് ദി മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു MA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞു മൊളാർ മാസ് ആണ്. സോ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോൾവെൻ്റ് ആണ്. സോ MA ഈസ് ദി മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് ബൈ P0A മൈനസ് PA, അതായത് വേപ്പർ പ്രഷർ, പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ മൈനസ് ഇപ്പോൾ സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ട്, അതെത്രയാണ്. ഓക്കെ, ആൻഡ് ഇൻറ്റു W വീണ്ടും മാസ്, ആൻഡ് A എന്ന് പറയുന്നത് എന്താണ്, സോൾവെൻ്റ് ആണ്. സോ WA എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സോൾവെൻറ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, MB ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ MB ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു WA. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. അത് നമ്മൾ ഡെൽറ്റ TB വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. നമ്മളിപ്പോൾ അത് വെച്ചിട്ടൊരു സൊല്യൂഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഒരു പ്യുവർ സോൾവെൻ്റ് ആയിരുന്ന സാധനം നമ്മൾ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, സോ ദ എലിവേഷൻ ഇൻ ദ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. സോ നമുക്കറിയാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൊല്യൂട്ട് മോളിക്യൂൾസ്. ഓക്കെ, ഇനി വരുന്നത് T0B എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു 0 എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, സോ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് TB എന്ന് പറയുന്നത് 0 ഇല്ല. TB ഈസ് ദി ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ TB നമ്മളെങ്ങനെ എഴുതുക, TB മൈനസ് T0B. നമ്മൾ പറഞ്ഞു എലിവേഷൻ ആണ്. സോ TB സൊല്യൂഷനായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ TB ആയിരിക്കും വലുത്. സോ TB മൈനസ് T0B ഈസ് നോൺ ആസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന, ഇപ്പം നേരത്തെ നമ്മൾ എന്താ പറയുക ഒരു ഇക്വേഷൻ പഠിച്ച പോലെ ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിനും ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഓക്കെ, സോ ഇതിൽ KB എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റിന് ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, മൊറൽസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. ഓക്കെ, സോ തന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇൻ കേസ് വേറൊരു ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ KB എന്തായാലും തന്നിട്ടുണ്ടാകും. സോ അതിനെക്കുറിച്ച് ആലോചിച്ചാലും പേടിക്കേണ്ട. സോ KB മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ നമ്മളതിന് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നൊരു പേരും കൂടി പറയും. ആൻഡ് WB ഈസ് ദി മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അത് നമ്മളതിനെ കണ്ടുപിടിക്കുക, TB മൈനസ് T0B ഇൻറ്റു WA ഈസ് ദി മാസ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ്. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റിൽ ഡിപ്രഷനാണ്. സോ സൊല്യൂഷനായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫ്രീസിങ് പോയിൻറ്റ് കുറയായിരിക്കും ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ TF വെച്ചിട്ടായിരിക്കും. സോ ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കോസസ് ലോവറിംഗ് ഇൻ ദ ഫ്രീസിങ് പോയിൻറ്റ്. പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആയിരിക്കും കൂടുതൽ. അതിന് നമ്മൾ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫ്രീസിങ് പോയിൻറ്റ് കുറയാണ് ചെയ്യുക. സോ ഇതിൽ TF ആയിരിക്കും വലുത്, T0F ആയിരിക്കും വലുത്, T0F ആയിരിക്കും വലുത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു T0F മൈനസ് TF. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ T0F എന്ന് പറയുന്നതാണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്. അതുപോലെ തന്നെ TF ആണ് സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. അതായത് ഡെൽറ്റ TF ഈസ് ഗിവൺ ബൈ T0F മൈനസ് TF. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. MB ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, MB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ബൈ 1000 ഇൻറ്റു ഡെൽറ്റ TB ഇൻറ്റു WA. അപ്പോൾ അവിടെ B എന്നുണ്ടായിരുന്നു, അതായത് സ്മോൾ ലെറ്റർ B ഉണ്ടായിരുന്നിടത്തൊക്കെ
എഫ് എന്ന് കൊടുക്കുക. സിമ്പിൾ. ഈ ഇക്വേഷനെ പഠിച്ചു കഴിഞ്ഞു. സോ എം ബി ഈസ് ഈക്വൽ ടു കെ എഫ്. നേരത്തെ നമ്മൾ കെ ബി എന്നായിരുന്നു. കെ ബി എന്തായിരുന്നു? മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്തായിരിക്കും? ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇതിന് ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നുള്ള പേരും കൂടി ഉണ്ട്. ഓക്കെ, ഡബ്ല്യു ബി നേരത്തെ പോലെ തന്നെ ഇൻറ്റു 1000 ബൈ ഡെൽറ്റ ടി എഫ്. ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എന്താ? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഇൻറ്റു ഡബ്ല്യു എ. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഓസ്മോസിസ് എന്നറിയാം. സോ ഓസ്മോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക ഓസ്മോട്ടിക് പ്രഷർ എന്താണോ, അല്ലെങ്കിൽ ഡിഫൈൻ വാട്ട് ഈസ് ഓസ്മോസിസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. സോ ദി പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് ദി സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു ദ സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. അതായത് സോൾവെൻറ്റ് മോളിക്യൂൾസ്, പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സെമി പെർമിയബിൾ മെംബ്രെയിൻ? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ പാസേജിനെ അലോ ചെയ്യുന്ന മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി പെർമിയബിൾ മെംബ്രെയിൻ. എക്സാമ്പിൾ വന്നിട്ട് പാച്ച്മെൻറ്റ് പേപ്പർ, സെൽ വോൾ, അല്ലെങ്കിൽ ഫിലിം ഓഫ് കുപ്രിക് ഫെറോസൈനൈഡ്. ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ വാട്ട് ഈസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മൾ എന്തിനാണ് ഓസ്മോസിസിൽ, വാട്ട് ഈസ് ദ യൂസ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓസ്മോട്ടിക് പ്രഷർ. അതിനെ നമ്മൾ പൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ. ഓക്കെ, സോ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സസ് പ്രഷർ വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ഓസ്മോസിസ് ഓർ ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ്. നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് വെച്ചാൽ എന്താ? സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോനെ നിർത്തുന്ന പ്രഷർ, ആ പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രഷറിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം, ആ ഒരു എക്സസ് പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ പൈ എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മൊളാരിറ്റി. മൊളാരിറ്റീനെ നമ്മൾ ഇവിടെ സി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി. ആർ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, സോ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി. അപ്പോൾ സി എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? എൻ ബി ബൈ വി, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇതിലൊരു ചെറിയ തെറ്റുണ്ട്. പൈ ഈസ് ഈക്വൽ ടു എൻ ബി ബൈ വി ഇൻറ്റു ആർ ടി. അതായത് സീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് വി ഈസ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇനി നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എൻ എം ബി, അതായത് നേരത്തെ എല്ലാ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിലും നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതിയിരുന്നത്? എം ബി ഈക്വൽ ടു എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ മാറ്റി എം ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ബൈ പൈ വി എന്നുള്ള ഫോമിൽ എഴുതി. സോ ഈ ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനത്തിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ഇത്രയാണ്, അതിലെടുത്ത നമ്മളുടെ സൊല്യൂഷൻ്റെ വോളിയം ഇത്രയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതിലെടുത്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അത് 4ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റത്തെ വൺ relative lowering of vapor pressure, second one elevation in boiling point, third one depression in freezing point, and fourth one is the osmotic pressure. Okay, ഇനി നമ്മൾ മെജോറിറ്റി കേസസിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ എന്താ പറയുക സൊല്യൂട്ട്, നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ പ്രോട്ടീൻ, പോളിമർ ആൻഡ് അതർ മാക്രോമോളിക്യൂൾസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. സോ ഈ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ലേ? സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഓവർ ബാക്കി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെത്തേഡ്. സോ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രഷർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ദെൻ മൊളാരിറ്റി, ബാക്കി എല്ലാത്തിലും നമ്മൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. സോ മൊളാരിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി.
ഓക്കെ. ദെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ലാർജ്. ബാക്കി എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയിരിക്കും. വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസസിലും ഈ പറയുന്ന ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയിരിക്കും കമ്പയറിങ് വിത്ത് അതർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് റൈറ്റ് എനി ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് എഴുതാലോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അത്രേ ഉള്ളൂ. അത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് എഴുതി കഴിഞ്ഞു. ഇനി റൈറ്റ് എനി ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒന്നില്ലെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. ഇത് 4 ഏതെങ്കിലും പേര് എഴുതിയാൽ മതി. കഴിഞ്ഞു. സിമ്പിൾ. ഇനി ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് നമ്മുടെ KB അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്നത് 18 gram ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോമിലും തന്നിട്ടുണ്ട്. C6H12O6 ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram of water in a saucepan. At what temperature will water boil at 1.013 bar? ഓക്കെ. ഞാൻ പറഞ്ഞു നമുക്ക് KB എന്തായാലും തന്നിട്ടുണ്ടാകും. സോ KB ഫോർ വാട്ടർ തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, അതും തന്നിട്ടുണ്ട്. കെൽവിനിൽ തന്നിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. അപ്പോൾ KB ഈസ് ഈക്വൽ ടു 0.52. പിന്നെ തന്നിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അത് പ്യുവർ സോൾവെൻ്റ് ആണ്. സോ T0B എന്ന് പറയുന്നത് 373.15 കെൽവിൻ. ഓക്കെ. പിന്നെ 18 gram ഓഫ് ഗ്ലൂക്കോസ്, അതായത് മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യാം? WB ഈസ് ഈക്വൽ ടു 18 gram. ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് വാട്ടർ ഇൻ എ സോസ്പാൻ. അപ്പോൾ WA ഈസ് ഈക്വൽ ടു 1 kilogram. നമ്മൾ അത് ഗ്രാമിലാണ് എഴുതുക. സോ നമ്മൾ എന്ത് എഴുതണം? 1000 gram. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഡെൽറ്റ TB is equal to KB into M. അപ്പോൾ it will be equal to KB into WB into 1000 by MB into WA. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡെൽറ്റ TB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TB മൈനസ് T0B എന്നുള്ളത് കിട്ടും. ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? അതായത് ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് TB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക് അത് തന്നെ ഇത് ചെയ്ത് നോക്കാം. സോ KB എത്രയാണ് തന്നിരിക്കണേ? 0.52 ഇൻറ്റു WB എത്രയാണ് തന്നിരിക്കണേ? 18 gram into 1000 by molar mass of glucose. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് എത്രയാണ്? 180 into WA 1000. ഓക്കെ. സോ ഈ 1000ഉം ഈ 1000ഉം ക്യാൻസലായിപ്പോയി. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 10 എന്ന് എഴുതാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.52 divided by 10 is equal to 0.052. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ TB എന്ന് പറയുന്നത് 0.052 ആണ് കിട്ടി. സോ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു? TB മൈനസ് T0B എന്നാണ്. സോ ഇതിൽ T0B ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 373.15. അപ്പോൾ ഇതിൽ നിന്ന് TB കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 0.052ൻ്റെ കൂടെ
ഈ തന്നിരിക്കുന്നത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TB കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു TB വിൽ ബി ഈക്വൽ ടു 373.202 കെൽവിൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഡാറ്റാസും നമുക്ക് തന്നിട്ടുണ്ടാകും. സോ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുല തെറ്റാതെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അല്ലെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതിലേതെങ്കിലും ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതും കൂടി സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് എന്താ? പൈ ഈക്വൽ ടു CRT. സി എന്ന് പറയുന്നത് എന്താ? മൊളാരിറ്റി. അപ്പോൾ അതും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ പാർഷ്യൽ പ്രഷർ, അത് കുറച്ച് നേരം കൂടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ഫോർമുലയും പഠിച്ചു കഴിഞ്ഞു. സോ നമ്മുടെ ഈ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുവിധം എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഒരു ചെറിയ വാല്യൂ, ഒരേ ഒരു വാല്യൂ മാത്രമേ നമുക്ക് തരാത്തുണ്ടാവുള്ളൂ. അതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ സിമ്പിളാണ്. ഓക്കെ ഓക്കെ അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വാൻ ഹോഫ് ഫാക്ടർ, അല്ലെങ്കിൽ നമ്മളതിനെ I വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വാൻ ഹോഫ് ഫാക്ടറിനെ ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ അബ്നോർമൽ മോളാർ മാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ, സോ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മേ ബി അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടെ അസോസിയേഷനോ അല്ലെങ്കിൽ ഡിസോസിയേഷനോ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുകയാണ്, അതായത് സൊല്യൂട്ട് മോളിക്യൂൾസിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ കണ്ടുപിടിച്ച മോളാർ മാസ് ആയിരിക്കില്ല. സോ അങ്ങനെ കേസസിൽ വരുന്ന ആ ഒരു മോളാർ മാസിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയാം. സോ അബ്നോർമൽ മോളാർ മാസിൻ്റെ അങ്ങനെ ഒരു കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നതാണ് വാൻ ഹോഫ് ഫാക്ടർ. അതിന് നമ്മൾ I വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ വാൻ ഹോഫ് ഫാക്ടർ അക്കൗണ്ട്സ് ഫോർ ദി എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഞാൻ പറഞ്ഞു സൊല്യൂട്ട് മോളിക്യൂൾസിന് അസോസിയേഷനോ ഡിസോസിയേഷനോ വരുമ്പോഴാണ് വാൻ ഹോഫ് ഫാക്ടർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. സോ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ ഡെഫിനിഷനാണ് അടുത്തത്. ചോദ്യം വരിക ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ എന്നാണ്. സോ നിങ്ങൾ എഴുതുക വാൻ ഹോഫ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഈ 3 ഇക്വേഷൻസ് എഴുതാം. മാറിപ്പോരുത്. നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. 3 ഫോർമുലാസ് ഉണ്ട് കേട്ടോ. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, or it is equal to total number of moles of particles after association or dissociation by number of moles of particles before association or dissociation. Okay, so ഓർത്ത് വയ്ക്കുക, മോളാർ മാസിൻ്റെ കേസിലാണെങ്കിൽ നോർമൽ മോളാർ മാസ് ഡിനോമിനേറ്ററിലും നോർമൽ മോളാർ മാസ് ന്യൂമറേറ്ററിലും അബ്നോർമൽ മോളാർ മാസ് ഡിനോമിനേറ്ററിലും ആണ്. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി നമ്പർ ഓഫ് മോൾസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഓക്കെ, ഇനി വാൻ ഹോഫ് ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ I എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ ഡിസോസിയേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക. I ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷൻ ആയിരിക്കും. ആൻഡ് I ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ അസോസിയേഷനും ഉണ്ടാകില്ല, ഡിസോസിയേഷനും ഉണ്ടാകില്ല. കാരണം എന്താ? അവിടെ അബ്നോർമൽ മോളാർ മാസ് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു വാല്യൂ ഒന്നും വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. സോ I വിൽ ബി ഈക്വൽ ടു 1. മുകളിലും താഴെയും സെയിം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ വാൻ ഹോഫ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അവിടെ ഡിസോസിയേഷൻ ആണോ അസോസിയേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? I ഗ്രേറ്റർ ദാൻ 1 ആണ്, സോ ഡിസോസിയേഷൻ ആണ്. I ലെസ് ദാൻ 1 ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ആണ്. ആൻഡ് ഇഫ് I ഈക്വൽ ടു 1 അവിടെ അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ചോദ്യം വരിക. സോ ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? വാൻ ഹോഫ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ബൈ I ഈസ് ഈക്വൽ ടു ഈ 3 ഇക്വേഷൻസ് എഴുതാം. കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്യൂമിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് KCl ഇൻ അക്വ സൊല്യൂഷൻ പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ. ഡിസോസിയേഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ KCl മോളിക്യൂൾസ് K പ്ലസ് Cl മൈനസ്. ഇവിടെ എത്ര
അയോൺസ് ഉണ്ട് 2. സോ വാൻ ഹോഫ് ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 2. കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസർ I ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഐഡിയൽ സൊല്യൂഷൻസ്. അതുപോലെ തന്നെ കുറച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദോസ് സൊല്യൂഷൻസ് എന്ന് ചോദിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സൊല്യൂഷൻസ് വിച്ച് ഒബേ റാവോൾസ് ലോ. റാവോൾസ് ലോ നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ? റാവോൾസ് ലോനെ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻസിന് വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. അതായത് PI വിൽ ബി ഈക്വൽ ടു PI0 ഇൻറ്റു KI. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസസിൽ ഇങ്ങനെയായിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ there is no heat change during the mixing of pure components. അപ്പോൾ എന്തായിരിക്കും? delta H mix is equal to 0. ഓക്കെ, അടുത്തത് വരുന്നത് അങ്ങനെയുള്ള ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന വേറൊരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഡ്യൂറിങ് മിക്സിങ് ദ കമ്പോണൻറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ മിക്സ് V will be equal to 0. Okay, so നമ്മൾ വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം എഴുതണം. ഐഡിയൽ സൊല്യൂഷൻസ് ആർ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റാവോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഈ 3 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇതിന് ഒരു എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് N heptane and N hexane. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം സൊല്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ സൊല്യൂഷൻസ് മാത്രമേ അല്ലെങ്കിൽ ടൈപ്സ് മാത്രമേ ഇവിടെ പറയണുള്ളൂ കേട്ടോ. സോ വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 സൊല്യൂഷൻസ് അവരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ അവരുടെ 2 പേരുടെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ അവർക്ക് വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓസ്മോസിസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. ഓസ്മോസിസ് എന്തായിരുന്നു? സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് മാത്രം ഇങ്ങോട്ടേക്ക് കടക്കുന്ന, അതായത് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സോൾവെൻറ്റ് ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് കടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഐസോട്ടോണിക് സൊല്യൂഷൻസിൻ്റെ കേസസിൽ ഓസ്മോസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകില്ല. സോ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ഓർത്ത് വയ്ക്കുക. ഐസോട്ടോണിക്, അപ്പോൾ ഐസോട്ടോണിക് 2 സൊല്യൂഷൻസ് വിച്ച് ആർ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഇനി എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ്. ഇത് സാധാ സലൈൻ സൊല്യൂഷൻ. സോ ഇൻട്രാവീനസ്ലി ഇഞ്ചെക്ട് ചെയ്യാൻ അത് സേഫാണ്. സോ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലഡ് സെൽസ് ആൻഡ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് എഴുതാം. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ടു ഇഞ്ചെക്ട് ഇൻട്രാവീനസ്ലി. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസിൽ വരുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ളത് വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് ചോദിക്കും. ആൻഡ് അതിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്മോസിസ് നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാം. എപ്പോൾ? ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ച് മാറ്റാൻ പറ്റും. സോ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്. Now the pure solvent flows out of the solution through the semi-permeable membrane. ഓസ്മോസിസിൽ നടന്നതിൻ്റെ നേരെ തിരിച്ച് സംഭവിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാം. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സീ വാട്ടറിൻ്റെ ഡീസലൈനേഷനിലാണ്. അപ്പം നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ സലൈൻ വാട്ടറിൻ്റെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോൾട്ട് വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ സ്ക്വീസ് ചെയ്തെടുക്കാം.
ഓക്കെ. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. ഓക്കെ. ശ്രീ ചോദിച്ചിട്ടുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് വല്ലതും പറയൂ മിസ്ന്ന്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും നന്നായിട്ട് ലൈവ് കാണുക, അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നാണ് പ്രോബ്ലംസ് വരിക. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റേ എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന അതിൽ മൊളാലിറ്റി, അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ, പിന്നെ ഹെൻറീസ് ലോ, റാവോൾസ് ലോ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ, അതൊക്കെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഓക്കെ. സോ നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അടുത്തത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇത്ര നേരം പഠിപ്പിച്ചത് നന്നായിട്ടൊന്ന് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നാളെ ഈ പറഞ്ഞ കോൺസെപ്റ്റ്സിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഓക്കെ. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ അപ്പോൾ റേറ്റിനോട് അനുബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ, അതായത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് എ റിയാക്ഷൻ, ഇത് മൂന്നും ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് ആദ്യം നമുക്കറിയണ്ടേ? സോ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻസ് ഓർ പ്രൊഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈം.
അതായത് നമുക്ക് എന്തായാലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇപ്പുറത്ത് റിയാക്റ്റൻസും ഉണ്ടാവും, അപ്പുറത്ത് പ്രൊഡക്ട്സും ഉണ്ടാവും. ഓക്കെ, സോ റിയാക്റ്റൻസിൻ്റെയോ പ്രൊഡക്ട്സിൻ്റെയോ കോൺസെൻട്രേഷനിൽ ടൈമിനനുസരിച്ച് വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എന്ത് സംഭവിക്കുക? ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മുടെ റിയാക്റ്റൻസ് മാറി പ്രൊഡക്ട്സ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ട്സ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് പറയാം? റിയാക്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻസ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ പ്രൊഡക്ട്സ്. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആകെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താ? റിയാക്റ്റൻസ് ചേഞ്ച് ചെയ്ത് പ്രൊഡക്ട്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ റിയാക്റ്റൻസ് അവിടെ കുറയാണ്, പ്രൊഡക്ട്സ് അവിടെ കൂടി വരാണ്. സോ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി അതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അതിനെ നമ്മൾ R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വിൽ ബി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആ കോൺസെൻട്രേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മൈനസ് സൈൻ എന്തിനാ? റിയാക്റ്റൻസിൻ്റെ കേസസിൽ അവരുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ്. സോ ഡിക്രീസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് P ബൈ ഡെൽറ്റ ടി. അതായത് പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, സോ അവിടെ മൈനസിൻ്റെ ആവശ്യമില്ല. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ്, അതായത് ഇപ്പോൾ ഫൈനലിന്ന് ഇനീഷ്യൽ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകുമല്ലോ ഈ പറയുന്ന പ്രൊഡക്ട്സിന്, ഇപ്പോൾ പിന്നെ എത്തി നിൽക്കുന്ന ഫൈനൽ. ഓക്കെ, സോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതാണ് ചേഞ്ച്. സോ ആ ഒരു ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ അപ്പോഴത്തെ ടൈം, ഫൈനൽ ടൈം ബൈ ഇനീഷ്യൽ ടൈം. ഓക്കെ, സോ ആ ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ ഇട്ടിരിക്കുന്നത്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി വരുന്നത് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചു. സോ റേറ്റ് ഓഫ് ഏതൊരു ക്വാണ്ടിറ്റിയും പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിൻ്റെ യൂണിറ്റ്സും പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ ഒരു റിയാക്ഷനിൽ നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ മോൾ പെർ ലിറ്ററിലാണ് ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആൻഡ് ടൈം നമ്മൾ സെക്കൻഡ്സിലാണ് ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താ? കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. സോ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഇനി ഗേഷ്യസ് റിയാക്ഷൻസിൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഗേഷ്യസ് പ്രൊഡക്ട്സും ഗേഷ്യസ് റിയാക്റ്റൻസും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗേഷ്യസ് റിയാക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ അല്ല എടുക്കുക, അതായത് കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ല എടുക്കുക, പകരം കോൺസെൻട്രേഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷർ. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? പാർഷ്യൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താ? ATM അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ATM ബൈ സെക്കൻഡ് അല്ലെങ്കിൽ ATM സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു എന്താ പറയുക, യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മളിനി വരുന്നുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വരുന്ന റേറ്റ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു ജനറൽ ഇക്വേഷൻ, അതായത് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ AA + BB ഗിവിങ് CC + DD. അതായത് A എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ്, B എന്ന് പറയുന്ന അനദർ റിയാക്റ്റൻ്റ് ആയിട്ട് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് C ആൻഡ് D എന്ന് പറയുന്ന 2 പ്രൊഡക്ട്സ് കിട്ടി. അതിൽ സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻസ് ആണ്. സോ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഈ ഇക്വേഷനിലാണ് കിട്ടുക. R ഇൻസ്റ്റൻറ്റേനിയസ്, INST എന്നാണ് നമ്മൾ എഴുതുക. ഇൻസ്റ്റൻറ്റേനിയസ് ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിൽ ബി ഈക്വൽ ടു -1/A dA/dt. ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ഈസ് ഈക്വൽ ടു -1 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ റിയാക്റ്റൻസിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രണ്ടിൽ ഒരു മൈനസ് ഇടണം, പ്രൊഡക്ട്സിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ഇടണ്ട. സോ 1/C dC/dt ഈസ് ഈക്വൽ ടു 1/D dd/dt. ഓക്കെ,
ഇനി നമ്മളോട് ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുക, നമുക്കൊരു കേർവ് കിട്ടും. ഇനി പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ഇൻസ്റ്റൻറ്റിലാണല്ലോ, സോ ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. ഓക്കെ, പോയിന്റ് ഒരൊറ്റ പോയിന്റിൽ കൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുക, അതറിയാമല്ലോ അല്ലേ? അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുക, എന്നിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കിട്ടും ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു, സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, കഴിഞ്ഞു, സിമ്പിൾ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് റേറ്റ് ലോ. സോ റേറ്റ് ലോ എന്താ നമുക്കറിയണം. റേറ്റ് ലോ എന്ന് പറയുന്നത് ഈസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ റിലേറ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു എ പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ലോ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, സോ റേറ്റ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അതിലെന്തൊക്കെയുണ്ട്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ആൻഡ് ഓരോ കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു സം പവർ. ആ പവർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇവരുടെ തന്നിരിക്കുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനോട് ഈക്വൽ ആകാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ റിലേറ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ and concentration of reactants in which each concentration term, ഓരോ concentration term is raised to a power which may or may not be equal to the stoichiometric coefficients in the balanced chemical equation. ഓക്കെ, സോ ലോ അങ്ങനെ തന്നെ പഠിക്കണം. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, മാത്തമാറ്റിക്കലി ഇത് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മാത്തമാറ്റിക്കലി നമ്മളൊരു റേറ്റ് ലോനെ എഴുതുക ഇങ്ങനെയാണ്: R ഈസ് ഈക്വൽ ടു K concentration of A raised to X into concentration of B raised to Y. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? R എന്ന് പറയുന്നത് റേറ്റ് ആണ്. എ ബി സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എ ബി നമ്മൾ ജനറൽ ഇക്വേഷൻ എങ്ങനെ എടുത്തിരുന്നത്? എ പ്ലസ് ബി. ഓക്കെ, സോ അതിൽ എയും ബിയും റിയാക്റ്റൻസ് ആണ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്, ആൻഡ് റേസ്ഡ് ടു സം പവർ. അപ്പോൾ എന്തായാലും ഒരു പവർ ഉണ്ടാകണം ഓരോ കോൺസെൻട്രേഷൻ ടേമിനും. ഈച്ച് കോൺസെൻട്രേഷൻ ടേം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓരോ കോൺസെൻട്രേഷൻ ടേമിനും എന്തുണ്ടായിരിക്കണം? പവർ ഉണ്ടായിരിക്കണം. സോ R ഈസ് ഈക്വൽ ടു K into concentration of A raised to X into concentration of B raised to Y. ഇങ്ങനെയാണ് നമ്മൾ ഒരു റേറ്റ് ലോ മാത്തമാറ്റിക്കലി എഴുതുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന വേറെ രണ്ട് കാര്യങ്ങളാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ നമ്മൾ N വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ റേറ്റ് ലോ എഴുതിയല്ലോ, ആ റേറ്റ് ലോയിൽ എഴുതിയ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് രണ്ട് പവേഴ്സ് ഉണ്ടല്ലോ, ഓരോ കോൺസെൻട്രേഷൻ ടൈമിനും പവർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. ആ പവറിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടും. അതായത് ഇപ്പോൾ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. അപ്പോൾ അതിൽ വരുന്ന പവേഴ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും. അതിന് സം എടുക്കുക. സോ X പ്ലസ് Y അതെന്ന് പറയുന്നതാണ് ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇനി ഈ ഓർഡർ ഒന്നില്ലെങ്കിൽ എന്താകാം? ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ അതിന് 0, 1, 2, 3 ഓർ ഈവൻ എ ഫ്രാക്ഷനും ആകാം. ഓക്കെ, ഇനി ഈ ഓർഡർ എന്ന് പറയുന്നത് ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസിന് ആപ്ലിക്കബിൾ ആണ്. എലമെൻ്ററി റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് എലമെൻ്ററി റിയാക്ഷൻസ്. കോംപ്ലക്സ് റിയാക്ഷൻ ഒരു സീരീസ് ഓഫ് എലമെൻ്ററി സ്റ്റെപ്സിൽ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറൊരു ടേം കൂടി പഠിക്കും. അപ്പോൾ ആ ടേമും ഈ ടേമും തമ്മിലുള്ള എന്താ പറയുക ഡിഫറൻസസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക. ഓർഡർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, ഓർഡർ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? അതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന് വാല്യൂസ് എവിടെ തുടങ്ങി എവിടെ വരെ ഉണ്ടാകാം? 0, 1, 2, 3 അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആകാം. ദെൻ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഓർഡർ എന്ന് പറയുന്നത് 0, 1, 2, 3 ആവാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഓർഡർ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 0 ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഓർഡർ 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ,
അതുപോലെ തന്നെ ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഇനി ഓർഡർ എന്ന് പറയുന്നത് n ആണെന്നുണ്ടെങ്കിൽ nth ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചു യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഓരോ ഓർഡറിലുള്ള റിയാക്ഷൻസ്, ഇപ്പോൾ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെ ഓരോ റിയാക്ഷൻസിനും ഈ പറയുന്ന റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മാറി മാറി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചോദ്യം വരിക എങ്ങനെയായിരിക്കും, ഒരു റിയാക്ഷൻ്റെ റേറ്റിൻ്റെ യൂണിറ്റ് ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഇത്രയാണ്, ഇത്ര എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ടാവും. ആ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ഓർഡർ റിയാക്ഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, സോ 0 ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ജനറലി വരുന്നത് മോൾ 1 - n ലിറ്റർ n-1 ആൻഡ് സെക്കൻഡ് റേസ് ടു -1. ഇങ്ങനെയാണ് ജനറലി നമ്മൾ ഒരു ഇപ്പോൾ nth ഓർഡർ റിയാക്ഷൻ ആണ്, എന്നിട്ട് അതിൻ്റെ എന്താ പറയുക യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ മോൾ റേസ് ടു 1 - 1, അപ്പോൾ മോൾ റേസ് ടു 0. ഓക്കെ, സോ മോൾ റേസ് ടു 1 ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അതാണ് 0 ഓർഡർ റിയാക്ഷൻ്റെ. ഇനി ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ n വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ എന്ത് വരും, മോൾ റേസ് ടു 1 - 1. അപ്പോൾ മോൾ റേസ് ടു 0, സംതിങ് റേസ് ടു 0 എന്താ 1 ആണ്. ദെൻ L റേസ് ടു n-1, n എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ എന്താ 1 ആണ്. സോ L റേസ് ടു 1 - 1 എഗെയിൻ 0. സോ L റേസ് ടു 0, സംതിങ് റേസ് ടു 0 1 ആണ്. അപ്പോൾ ആ രണ്ട് ടേംസ് പോയി സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ യൂണിറ്റ് അല്ലെങ്കിൽ ആ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് റേസ് ടു -1 ആയിരിക്കും. ഇനി ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ ഒരു ജനറൽ ഫോർമുല പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇത് മൂന്നും പഠിച്ചു വയ്ക്കുക. ജനറൽ ഫോർമുല പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സോ നമുക്ക് ഏത് നമ്പർ, അതായത് 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ആ ഒരു എന്നിന് പകരം ആ ഒരു നമ്പേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്ന, ഞാൻ പറഞ്ഞു നേരത്തെ ഓർഡർ പഠിച്ചപ്പോൾ അടുത്തത് ഒരു ടേമും കൂടി നമ്മൾ പഠിക്കും, മോളിക്കുലാരിറ്റി. അപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ്സ് സൈമൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതൊരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന് വാല്യൂസ് ഫ്രം 1 to 3, ഏത് വാല്യൂസ് വേണേലും വരാം, പക്ഷേ ഒരിക്കലും 0 ആകാം അല്ലെങ്കിൽ ഫ്രാക്ഷനോ ആവില്ല. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി 0 ഫ്രാക്ഷൻ. പക്ഷേ ഓർഡറിൻ്റെ കേസിൽ ഓർഡർ 0 ആകാം, അതുപോലെ തന്നെ ഫ്രാക്ഷനും ആകാം. പിന്നെ ഇതൊരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്, ബട്ട് ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു എലമെൻ്ററി റിയാക്ഷൻസ്, അതായത് ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിന് മാത്രമേ ഈ മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഓർഡർ എങ്ങനെയാണ്, ബോത്ത് എലമെൻ്ററി അതുപോലെ തന്നെ കോംപ്ലക്സ് റിയാക്ഷൻസിനും ആപ്ലിക്കബിൾ ആണ്. സോ ഇത് രണ്ടിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതണം, ഓർഡർ, മോളിക്കുലാരിറ്റി. ടേബിൾ അരച്ചിലേലും സാരില്ല, ഓർഡറിന് ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ഡെഫിനിഷൻ ഓരോ പ്രോപ്പർട്ടി, മോളിക്കുലാരിറ്റി അതിൻ്റെ ഡെഫിനിഷൻ ഓരോ പ്രോപ്പർട്ടി. സോ ഓർഡർ നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് ദ സം ഓഫ് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. മോളിക്കുലാരിറ്റി ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻറ്റ് സ്പീഷീസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ഇതൊരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ 0 ആകാം, ഫ്രാക്ഷനും ആകാം, പക്ഷേ 0 ആകാനോ ഫ്രാക്ഷൻ ആകാനോ പറ്റില്ല. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. മോളിക്കുലാരിറ്റി ഓൺലി ടു എലമെൻ്ററി റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, എന്തായിരുന്നു, ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഇവിടെ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടി. സിമ്പിളല്ലേ?
അല്ലെങ്കിൽ നമുക്ക് മറ്റേ ജനറൽ ഇക്വേഷൻ മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1 ഇതിൽ എന്നിന് പകരം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇനി മോളിക്കുലാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ട് മോളിക്കുലാരിറ്റി ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻസ് 2NO പ്ലസ് O2 ഗിവിങ് 2NO2. NO2ൻ്റെ ഫോർമേഷനാണ് തന്നിരിക്കണേ. അപ്പോൾ അതിൻ്റെ മോളിക്കുലാരിറ്റി എന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് ദി സം ഓഫ് റിയാക്ടൻറ്റ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്ന റിയാക്ടൻറ്റ് സ്പീഷീസിൻ്റെ സമ്മ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2, ഇത് 1 ആണ്. സോ 2 + 1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ B 3 ആണ്. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൻ്റെ 1 മാർക്ക് കിട്ടി. ഓക്കെ, സോ നമുക്കിത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? എന്താണ് ഓർഡർ, അതുപോലെ തന്നെ എന്താണ് മോളിക്കുലാരിറ്റി എന്ന് നമുക്കറിയണം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്താണ് റിയാക്ഷൻ റേറ്റ്, അതുപോലെ തന്നെ ഓർഡർ എന്താ, മോളിക്കുലാരിറ്റി എന്താണെന്നൊക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, പ്രഷർ ഗേഷ്യസ് റിയാക്ഷൻസിൻ്റെ കേസിൽ മാത്രമാണ് കേട്ടോ. കാറ്റലിസ്റ്റ്, ലൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എഴുതാം. നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. നമ്മൾ റേറ്റിലോൽ കോൺസെൻട്രേഷൻ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. സോ കോൺസെൻട്രേഷൻ വേഗം ഓർമ്മ വരും. പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ് എന്താ? നമ്മളൊരു റിയാക്ഷനിൽ ആ ഒരു റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഏതെങ്കിലും നേരത്തെ പഠിച്ച ഏതെങ്കിലും 2 എഴുതുക. നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ഇതിലെ ഏതെങ്കിലും എനി 2 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ദ ഡീകമ്പോസിഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ ഓൺ എ ഹോട്ട് പ്ലാറ്റിനം സർഫസ് ഈസ് എ 0 ഓർഡർ റിയാക്ഷൻ അറ്റ് ഹൈ പ്രഷർ. അതിൻ്റെ റേറ്റ് ഇക്വേഷൻ 0 ഓർഡറാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതാം? R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X Y. ഓക്കെ, ഇവിടെ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ആണ്. സോ ഒരേ ഒരു റിയാക്റ്റൻ്റേ ഉള്ളൂ, അമോണിയ. അപ്പോൾ R ഈസ് ഈക്വൽ ടു K. ഇവിടെ വരെ രണ്ടിലും സെയിം ആണ്. റിയാക്റ്റൻ്റ് NH3 0 ഓർഡറാണ് തന്നിട്ടുണ്ട്. അപ്പോൾ റേസ് ടു 0 നമുക്ക് എന്തെഴുതാം? R ഈസ് ഈക്വൽ ടു K. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ റേറ്റിലോ കോൺസ്റ്റൻറ്റ് എന്ന് പറയും, Kനെ. ഓക്കെ, ഇനി ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ, 0 ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെ ഓരോ ഓർഡറിലുള്ള റിയാക്ഷൻസ് പഠിച്ചു. ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇത് വേറെയാണ്. ഫസ്റ്റ് ഓർഡറും അല്ല, സെക്കൻഡ് ഓർഡറും അല്ല, തേർഡ് ഓർഡറും അല്ല, 0 ഓർഡറും അല്ല, വേറൊരു പുതിയ ഓർഡറാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹൈ ഓർഡർ കൈനറ്റിക്സ്. അല്ലെങ്കിൽ അവരുടെ ഓർഡർ എന്ന് പറയുന്നത് ഹയർ ഓർഡർ ആണ്, ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അതായത് അവരുടെ ആക്ച്വലി ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും, ബട്ട് നമ്മളിങ്ങനെ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരുടെ 1നേക്കാൾ കൂടുതലാണ് ഇവരുടെ ഓർഡർ. അങ്ങനെയുള്ള ഒരു റിയാക്ഷനെയാണ്, അതായത് സ്യൂഡോ, അതായത് നമുക്ക് തോന്നിപ്പിക്കും അതൊരു ഹയർ ഓർഡർ ആണ്, ബട്ട് ആക്ച്വലി അതൊരു ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, സോ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അത് ആക്ച്വലി ഒരു ഫസ്റ്റ് ഓർഡർ ആണ്, ഫസ്റ്റ് ഓർഡർ. ഓക്കെ, സോ അത് ആക്ച്വലി ഒരു ഫസ്റ്റ് ഓർഡർ ആണ്, ബട്ട് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ. ഓക്കെ, ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കും, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഹാവിങ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഈ റിയാക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ റേറ്റ് ഓഫ് റിയാക്ഷൻ അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തോന്നുക അത് ഹയർ ഓർഡർ ആണ്, ബട്ട് ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഓക്കെ, സോ ഇതിൽ
ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്? റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ നമ്മൾ പഠിച്ചു. നേരെ ഈ ഡെഫിനിഷൻ എഴുതി വയ്ക്കുക. ദീസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ കൈനറ്റിക്സ് ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ, അത്ര എഴുതിയാൽ മതി. ഇനി റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗറിൻ്റെ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മാർക്കും കിട്ടും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫാണ്. ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ്, അതിന് നമ്മൾ ടി ഹാഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഒന്ന് ഗസ് ചെയ്ത് നോക്കി എന്തായിരിക്കും ടി ഹാഫ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടി ഹാഫ് എന്ന് പറയുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഹാഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തോന്ന് മനസ്സിലാവുമല്ലോ. സോ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദി ടൈം ടേക്കൺ ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നമ്മൾ ഈ റിയാക്ഷൻ തുടങ്ങുമ്പോഴേ നമ്മുടെ റിയാക്റ്റൻറ്റിന് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ലേ, ആ കോൺസെൻട്രേഷൻ അതിൻ്റെ കറക്റ്റ് പകുതി ആകാൻ എടുത്ത ടൈം. ഓക്കെ, ആ ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ടി ഹാഫ് എന്ന് പറയാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന അതിൻ്റെ കോൺസെൻട്രേഷൻ, ഒരു ഇനീഷ്യലി ഉണ്ടായിരുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് അതിൻ്റെ പകുതിയാകാൻ എത്ര ടൈം എടുത്തു? ഓക്കെ, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ റിയാക്റ്റൻ്റ് കുറഞ്ഞ് വരികയാണ്. സോ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് അതിന് പകുതി ആവുന്നത് എപ്പോഴാണോ, ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ കറക്റ്റ് പകുതി ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആകാനെടുത്ത ടൈം, ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാഫ് ലൈഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫിൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്കൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ വരുന്ന ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്റ്റൻറ്റിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ടി ഹാഫ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ ഡെറിവേഷനൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ പഠിക്കണ്ട. 0.693/k ഇതാണ് ഇക്വേഷൻ. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ വരുന്ന ഒരു റിയാക്റ്റൻറ്റിൻ്റെ ഹാഫ് ലൈഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിൻ്റെ കെ എന്ന് പറയുന്നത് 6.8 × 10⁻⁻⁴ സെക്കൻഡ് റേസ് ടു -1. സോ ഫസ്റ്റ് ഓർഡർ ആണ്. യൂണിറ്റ് ആ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കും അതൊരു ഫസ്റ്റ് ഓർഡർ ആണ്. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിലും ആ ഒരു യൂണിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും, അത് സെക്കൻഡ് റേസ് ടു -1 ആണ് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ എന്ത് വരും? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 6.8 × 10⁻⁻⁴. എത്ര കിട്ടും? 0.693 ഡിവൈഡഡ് ബൈ 6.8 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 0.10. 10⁻⁴ ന്യൂമറേറ്ററിലാക്കി എടുത്ത് എഴുതുക. 10⁻⁻14 അല്ല മൈനസ് അല്ല +14 സെക്കൻഡ്സ്. ടി ഹാഫാണ്, ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് വരുന്നത് സെക്കൻഡ്സിലാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റൻറ്റ് k ഈസ് ഈക്വൽ ടു 5.5 × 10⁻⁻14 സെക്കൻഡ് റേസ് ടു -1. വീണ്ടും യൂണിറ്റിൻ്റെ റേറ്റിൻ്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. നേരത്തെ ചെയ്ത പോലെ തന്നെ 0.693 ബൈ
5.5 ഇൻറ്റു 10⁻⁻14 എത്ര കിട്ടും? 1.26 ഇൻറ്റു 10⁻11 സെക്കൻഡ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു, എന്തായിരുന്നു? ജനറലി മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഇവിടെ 2 ആണ് സെക്കൻഡ് ഓർഡറിൻ്റെ ചോദിച്ചിരിക്കണേ. അപ്പോൾ 2 - 1 1 ആണ് മോൾ റേസ് ടു 1. ഇനി അല്ല 1 - 2 ആണ് വരിക. അപ്പോൾ 1 - 2 -1 ലിറ്റർ n-1 2 - 1 1 ആണ്. സോ ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രേ പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ആദ്യം തന്നെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണ്, പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഓർഡർ എന്താ, മോളിക്കുലാരിറ്റി എന്താ, രണ്ടിൻ്റെയും ഡിഫറൻസ്, പിന്നെ ഓരോ എന്താ പറയുക ഹാഫ് ലൈഫ്, പിന്നെ വരുന്നത് ഓരോ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന റിയാക്ഷൻസിൻ്റെ റേറ്റ്, യൂണിറ്റ്സ് ഓഫ് റേറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ ചാപ്റ്ററും കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് മാത്രമാണ്. സോ ഇത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് D&F ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം വരുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ പഠിച്ചതൊക്കെ നിങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നാളെ നമുക്ക് എക്സാമിന് എഴുതണ്ടേ? അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻസൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, സൊല്യൂഷൻസും കെമിക്കൽ കൈനറ്റിക്സും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇതിനുള്ളിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയും. ഓക്കെ, പിന്നെ കുറേ പേര് എനിക്ക് ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ തിരിച്ചെല്ലാവർക്കും എൻ്റെ വക ഹായ്. എല്ലാവരും ക്ലാസ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തത്തിൽ 4 ബ്ലോക്കാക്കി തിരിച്ചിട്ടുണ്ട്. അതിലെ ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണേ. ഓക്കെ, ആകെ 2 ബ്ലോക്ക് എലമെൻറ്റ്സ്, ഒന്ന് ഡി ബ്ലോക്ക് പിന്നെ എഫ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണെന്നാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് ഡി ബ്ലോക്ക് എന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 3ാമത്തെ ഗ്രൂപ്പ് തുടങ്ങി 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലാണ് പോവുക. പെനൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി n-1. ഓക്കെ, സോ n-1 ഡി ഓർബിറ്റലിലാണ് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോവുക. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെയും അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെയും നടുവിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സും പീരിയോഡിക് ടേബിളിൽ റൈറ്റിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇവരുടെ നടുവിലാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ. ആ പ്രത്യേകതയാണ് അവർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആണ് എസ് ബ്ലോക്കിലുള്ളത്. ഓക്കെ, ആ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസിൽ നിന്ന് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആയ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ, അതായത് ഒരു റെഗുലർ ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ നടുവിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു റെഗുലർ ട്രാൻസിഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സിന് വേറൊരു ഡെഫിനേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ദ എലമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അവർക്ക് ഇപ്പോഴും പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ അവരുടെ അറ്റോമിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ട്രാൻസിഷൻ എലമെൻറ്റ് ആയിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അവരൊരു ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട് ഫ്രം എസ് ബ്ലോക്ക് ടു പി ബ്ലോക്ക്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. പിന്നെന്ത് പഠിച്ചു? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എലമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ദെയർ അറ്റോമിക് സ്റ്റേറ്റ്. ഏതർ അവരുടെ അറ്റോമിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സിങ്ക്, പിന്നെ അതുപോലെ തന്നെ കാഡ്മിയം, മെർക്കുറി, ഇവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ് അവരുടെ അറ്റോമിക് സ്റ്റേറ്റിലായാലും ഓക്സിഡേഷൻ സ്റ്റേറ്റിലായാലും. അപ്പോൾ അവരെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കില്ല, ബട്ട് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. നേരത്തെ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ പഠിച്ച പോലെ ഇവിടെ ഒരു സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതായത് അവർ കാണുമ്പോൾ നമുക്ക് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് തോന്നുമെങ്കിലും ബട്ട് ദേ ആർ ഹാവിങ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ള എലമെൻറ്റ്സിനെ നോക്കാൻ പറയും. സോ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിങ്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സിങ്കിന് ടിക്ക് ചെയ്യുക, കാഡ്മിയം ഉണ്ടെങ്കിൽ കാഡ്മിയത്തിന് ടിക്ക് ചെയ്യുക, മെർക്കുറി ഉണ്ടെങ്കിൽ മെർക്കുറി. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, നിങ്ങൾ ഇപ്പോൾ ഈ എക്സാം എഴുതിയ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടാകും ഈ ഒരു ചോദ്യം. മോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ് ആൻഡ് വൈ. ഒരുവിധം എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക. അവർക്ക് കളർ ഉണ്ടാകും, അത് എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്
നമ്മൾ പറഞ്ഞു പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഒരു ഇലക്ട്രോൺ ലോവർ എനർജിയിൽ നിന്ന് ഒരു എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുമ്പോൾ അത് എനർജീനെ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ എനർജി ഓഫ് സർട്ടൻ കളേഴ്സ് ഇൻ വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിൽ സർട്ടൻ കളേഴ്സിൻ്റെ എനർജി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ട്സിന് എന്തുണ്ടാകും? ഈ പറയുന്ന മെറ്റൽസിന് കളർ ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കിനൊക്കെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സംഭവത്തിന്, ഈ ഒരു മൊത്തത്തിൽ പറയുന്നതാണ് ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഡി ട്രാൻസിഷൻ 1 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എഴുതാം ഡ്യൂ ടു ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പം മിസ് ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിൻ്റെ അല്ല, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യനിലും വന്നിരിക്കുന്നത് തന്നെയാണ്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി കളേർഡ് ഗീവ് റീസൺ. നമ്മൾ എന്ത് എഴുതണം? ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഒരു ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ എന്ത് ചെയ്യും? എനർജീനെ അബ്സോർബ് ചെയ്യും. സോ ദീസ് എനർജീസ് ആർ ഈക്വൽ ടു എനർജീസ് ഓഫ് സം സർട്ടൻ കളേഴ്സ് ഇൻ ദ വിസിബിൾ റീജിയൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലമായിട്ട് വരാൻ പറ്റുന്ന, പ്രോബ്ലം മീൻസ് നമ്മളിങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. Calculate the magnetic moment of a divalent ion in aqueous solution if its atomic number is 25. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡൈവാലൻ്റ് ആയിട്ടുള്ള ഒരു അയോൺ, അതിൻ്റെ അക്വസ് സൊല്യൂഷനിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഡൈവാലൻ്റ് ആണ്, അപ്പോൾ 2+ എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, ആ അയോണിന് മുകളിൽ ചാർജ് ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? AR3D5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ അറ്റോമിക് നമ്പർ, പിന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു √n × n+2. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഡി വരുന്ന ഇലക്ട്രോൺസ്. സോ ഇവിടെ n ഈസ് ഈക്വൽ ടു 5. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5 × 5 + 2 വിൽ ബി ഈക്വൽ ടു √35 ബോർ മാഗ്നറ്റോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനും സിമ്പിളി നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ നിന്ന്, അതായത് ഡി ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിൻ്റെ കാരണം. ആൻഡ് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് ഇൻ ദ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ്. 3D 4D 5D അങ്ങനെ മെറ്റൽ സീരീസ് ഉണ്ട്, ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ഉണ്ട് നമുക്കറിയാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് 3D. ആ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. സോ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെക്കുറിച്ചായിരുന്നു? ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അതിലെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച്. ഓക്കെ, സോ അതിനൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിനെപ്പോഴും കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ പറയുന്ന ട്രാൻസിഷൻ എലമെൻറ്റ്സിന് എപ്പോഴും വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറേ ഉണ്ട്, ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല. അതിൻ്റെ കാരണം, ആൻഡ് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് ഇൻ ദ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ദാറ്റ് എക്സിബിറ്റ്സ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3D സീരീസ്, 3D 4D 5D അങ്ങനെ ഒരു സീരീസ് ഉണ്ട് ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ. എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ 3Dയിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന എലമെൻറ്റിൻ്റെ പേരെഴുതാൻ. ഓക്കെ, സോ ട്രാൻസിഷൻ എലമെൻറ്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താ? നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അതിന് ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ്, ഫില്ലായ ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡായ ഡി ഓർബിറ്റൽസ് ആണോ ഉള്ളത്. ഓക്കെ, സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വിച്ച് അറൈസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ദ ഡി ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ദി ഡി ഓർബിറ്റൽ. ഇനി അടുത്തത് 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ്. 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കോബാൾട്ട്, നിക്കൽ, സിങ്ക്. ഇത് പഠിക്കാൻ നിങ്ങളുടെ മിസ്സുമാരൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. എന്നെ പഠിപ്പിച്ചിരുന്ന മിസ് എങ്ങനെയാണ് ഈ 3D സീരീസ് പഠിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ SCTI ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീ കൊടുക്കാൻ നിൽക്കുമ്പോൾ സീനത്തിനെ കണ്ടു. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്കൂൾ ടൈമിൽ, സ്കൂൾ എന്ന് പറയുമ്പോൾ SC, ടൈം TI, വിക്രമൻ V, ക്രോമിയം, മാംഗനീസ്, പിന്നെ ഫീ കൊടുക്കാൻ, സോ FE, അയേൺ, കൊടുക്കാൻ എന്ന് പറയുമ്പോൾ CO, കൊബാൾട്ട്, നിൽക്കുമ്പോൾ അപ്പോൾ NI, സീനത്ത്, സീനത്തിനെ കണ്ടു. ഓക്കെ, സോ സീനത്ത് എന്ന് പറയുമ്പോൾ ZN. അപ്പോൾ പെട്ടെന്ന് പഠിക്കാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയോൺ, കൊബാൾട്ട്, നിക്കൽ ആൻഡ് സിങ്ക്. ഓക്കെ, ഇനി ഇതാണ് 3D സീരീസ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാംഗനീസ് ആണ്. മാംഗനീസിന് +2 തുടങ്ങി +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുണ്ട്. ഇപ്പോൾ എത്ര ഉണ്ട്? +2, +3, +4, +5, +6, +7. ഓക്കെ, മൊത്തത്തിൽ 6 ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് 3D സീരീസിൽ മാംഗനീസിനാണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ കുറച്ച് കുറച്ച് കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ. അതിൻ്റെ ക്രോമൈറ്റ് ഓറിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്രോമൈറ്റ് ഓറിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ സോഡിയം ക്രോമേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്രോമേറ്റ് വെച്ചിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എയറിൻ്റെ പ്രസൻസിൽ ആണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക, എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇനി അതിൽ വരുന്ന ഓരോ കെമിക്കൽ റിയാക്ഷൻസ് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ FeCr2O4 അതിനെ സോഡിയം ക്രോമേറ്റ് വെച്ചിട്ട്, ഇത് CO ആണ് കേട്ടോ, ക്യാപിറ്റലാണ്, കൊബാൾട്ടല്ല, CO ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 Na2Cr O4 +2 Fe2O3 +8 CO2. ഓക്കെ, ഇനി ഈ കിട്ടിയ Na2Cr O4 അതെന്ന് പറയുന്നത് എന്താ? സോഡിയം ക്രോമേറ്റ് ആണ്. അതൊരു യെല്ലോ കളർ സൊല്യൂഷനാണ്. ആ യെല്ലോ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് H2SO4 അതൊരു ആസിഡാണ്, എല്ലാവർക്കും അറിയാലോ. ആ ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ആസിഡിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓറഞ്ച് കളറിലുള്ള സോഡിയം ഡൈക്രോമേറ്റ്. സോഡിയം ഡൈക്രോമേറ്റ് അല്ലേ നമ്മളോട്
പൊട്ടാസ്യം ഡൈക്രോമേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ സോഡിയം ഡൈക്രോമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് KCl വെച്ചിട്ട് റിയാക്ട് ചെയ്യിക്കണം. സോ ആദ്യം തന്നെ ആസിഡിഫിക്കേഷൻ വിത്ത് H2SO4ൻ്റെ റിയാക്ഷൻ ഇക്വേഷൻ 2Na2CrO4 പ്ലസ് 2H പ്ലസ് എന്ന് പറഞ്ഞാൽ ആസിഡാണ്, ഗിവിങ് Na2Cr2O7 പ്ലസ് H2. ഇനി ആ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ബൈ ആഡിങ് KCl. സോ Na2Cr2O7 ആഡ് ചെയ്യാണ് പ്ലസ് KCl ഗിവിങ് K2Cr2O7 പ്ലസ് 2NaCl. അതൊന്ന് ബാലൻസ് ചെയ്ത് വയ്ക്കാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ സിമ്പിളാണ്. K2Cr2O7 നമ്മൾ ക്രോമൈറ്റ് ഓറിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണേ? ആ ക്രോമൈറ്റ് ഓറിനെ Na അല്ലെങ്കിൽ K2CO3, ഒന്നില്ലെങ്കിൽ Na2CO3 അല്ലെങ്കിൽ K2CO3ൻ്റെ പ്രസൻസിൽ ഫ്യൂസ് ചെയ്യിക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? യെല്ലോ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് കിട്ടും. അത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് H2SO4 ആസിഡിൻ്റെ പ്രസൻസിൽ ആസിഡിഫൈ ചെയ്യുക. ആസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ഈ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റിനെ KCl വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. ഓക്കെ, സിമ്പിളല്ലേ? കഴിഞ്ഞു. ഇനി അപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഡി ബ്ലോക്കിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. പിന്നെ അവരുടെ എന്താ പറയുക, ലാസ്റ്റ് ഇലക്ട്രോൺ എപ്പോഴും പെനൾട്ടിമേറ്റ് ഡി ഷെല്ലിലാണ് വരിക. പിന്നെ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 1 to 10 NS 1 to 2. അതാണ് എപ്പോഴും എന്തായാലും ഈ ഒരു ഫോമാറ്റിലായിരിക്കും അവരുടെ എല്ലാം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എല്ലാ ഡി ഓർബിറ്റൽസ് വരുന്ന എല്ലാ എലമെൻസിൻ്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഓക്കെ, ഇനി അടുത്തത് എഫ് ബ്ലോക്കും കൂടിയുണ്ട്. ആ എഫ് ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെൽ. ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് പറയുന്നത് N-2 ആണ്. പെനൾട്ടിമേറ്റ് N-1 ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അവർ നമ്മൾ ഒരു ടൈപ്പിനെ നമ്മൾ ലാന്തനൈഡ്സ് എന്നും അടുത്തതിനെ നമ്മൾ ആക്ടിനൈഡ്സ് എന്നും വിളിക്കും. സോ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് 6th പീരീഡിലും ആക്ടിനൈഡ്സ് ഈസ് ഇൻ ദി 7th പീരീഡ്. ആ രണ്ട് ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്നതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഈ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? N-2 F 1 to 14 N-1 D 1 to 10 NS2. ഓക്കെ, അല്ല 1 to 10 അല്ല, 0 to 1. ഓക്കെ, 0 to 1. ഓക്കെ, സോ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-2 F 1 to 14. നമ്മൾ പറഞ്ഞു പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെല്ലിലാണ്. സോ ആൻറ്റി പെനൾട്ടിമേറ്റ് അല്ല, ആൻറ്റി പെനൾട്ടിമേറ്റ് സബ്ഷെല്ലിലാണ്. സോ ആൻറ്റി പെനൾട്ടിമേറ്റ് N-2. ഓക്കെ, ഇനി ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ലാന്തനൈഡ്സ്. അപ്പോൾ 6th പീരീഡിലെ ലാന്തനം കഴിഞ്ഞിട്ടുള്ള 14 എലമെൻറ്റ്സിനെയാണ് നമ്മൾ ലാന്തനൈഡ്സ് അല്ലെങ്കിൽ ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ലാന്തനൈഡ്സ് അല്ലെങ്കിൽ റയററ്റ്സ്, കുറേ പേരുകളുണ്ട്. ഓക്കെ, മോസ്റ്റ് കോമൺലി ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ലാന്തനൈഡ്സ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സീറിയം ടു ലുട്ടേഷ്യം. സീറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 58 ആൻഡ് ലുട്ടേഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 71. ഓക്കെ, അവർ ജനറലി ലാന്തനോയിഡ്സ് അല്ലേ, ലാന്തനോയിഡ്സിനെ ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക LN എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള, വേണമെങ്കിൽ ഇത് മാത്രമേ വരുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാം, എന്നാലും ബാക്കി പഠിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ വരുന്ന അതിലുണ്ടാകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, അത്ര റയറായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ബാക്കി എല്ലാത്തിനും ഉള്ള പോലെ അല്ലാണ്ട് ഇതിന് മാത്രം, അതായത് ലാന്തനൈഡ്സിന് മാത്രം വരുന്ന ഒരു അറ്റോമിക് റേഡിയസിലും അയണിക് റേഡിയസിലും വരുന്നൊരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസത്തിന് നമ്മൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കും. നിങ്ങളൊരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ രണ്ട് എലമെൻറ്റ്സ് തന്നിട്ട് അവരുടെ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അയണിക് റേഡിയൈ
തമ്മിലുള്ള വ്യത്യാസം വന്നിട്ട് ദിസ് ഈസ് ഡ്യൂ ടു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. ഇനി ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ലാന്ത്രനൈഡ്സിൻ്റെ ഉള്ളിൽ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അയണിക് റേഡിയസ് ലാന്ത്രനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരികയാണ്. ഡിക്രീസസ് റെഗുലർലി. ആ റെഗുലർ ഡിക്രീസ് ഇൻ ആറ്റോമിക് അല്ലെങ്കിൽ അയണിക് റേഡിയൈ, ആറ്റോമിക് റേഡിയൈ അല്ലെങ്കിൽ അയണിക് റേഡിയൈ, ആ ലാന്ത്രനൈഡ് സീരീസിൽ വരുന്ന ആ ഒരു എന്താ പറയുക ഒരു ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ എവിടെയെങ്കിലും അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അയണിക് റേഡിയസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുതാം ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദിസ് ഈസ് ഡ്യൂ ടു. ഇവർക്ക് എന്താ പറയുക ഒരു റെഗുലർ ഡിക്രീസ് ആണെന്ന് പറഞ്ഞേ. അപ്പോൾ ഏകദേശം ഈ പറയുന്ന എലമെൻറ്റ്സിന് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും. കാരണം അറ്റോമിക് റേഡിയസിലും അയണിക് റേഡിയസിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു റെഗുലർ ഡിക്രീസ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. സോ കോൺസിക്വൻസ് ഓഫ് ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സിർക്കോണിയം ഹാഫ്നിയം അങ്ങനെ വരുന്ന എലമെൻറ്റ്സിന് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ ദിസ് ഈസ് ഡ്യൂ ടു നമുക്ക് എന്തെഴുതാം? ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിലാകെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അതായത് ഈ പറയുന്ന ഡി ബ്ലോക്കിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിനും കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ? ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ അയോൺസ് ഹാവിങ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അതുകൊണ്ട് തന്നെ അവർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു √(n × n+2). n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, പെയർ ചെയ്യാത്ത ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ്. പിന്നെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ബോർ മാഗ്നട്രോൺ. എന്തായാലും നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ എന്ത് പ്രോബ്ലം അല്ലെങ്കിൽ എന്ത് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ലാസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റിയുടെ കൂടെ മസ്റ്റായിട്ട് യൂണിറ്റ് എഴുതിയിട്ടുണ്ടാകണം. അതിന് മാർക്കുണ്ട്. ഓക്കെ, ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സിന് വേറൊരു പ്രോപ്പർട്ടി, ദേ ആർ ഷോയിങ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ കാരണം ഈ പറയുന്ന ദേ ആർ ഹാവിങ് ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ഡി ഓർബിറ്റൽ. ഓക്കെ, ഇനി ഈ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7 ആണ്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക. അതുപോലെ ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സും കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഡ്യൂ ടു ഡി ഇലക്ട്രോൺ ട്രാൻസിഷൻ. അപ്പോൾ എഫ് ബ്ലോക്ക് കളേർഡ് കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഓർത്ത് വയ്ക്കുക, എഫ് ഇലക്ട്രോൺ ട്രാൻസിഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക. അതായിരിക്കും മിക്കതും ക്വസ്റ്റ്യൻസ്. അത് തന്നിട്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമായിരിക്കും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഓർഗാനിക് ആണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി അല്ല, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഗാനിക് ആണ്. ബാക്കി നിങ്ങൾക്ക് +2 വരുന്ന എല്ലാ ഓർഗാനിക് ഇതുകളും നിങ്ങൾ ഇന്നലെ പാർട്ട് എയിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ഓർഗാനിക്കൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ചാപ്റ്റർ കൂടി, ഈ ഓർഗാനിക്കിൽ ഈ ഒരു ചെറിയ ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ അത് നമുക്ക് കുറച്ചധികം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കേണ്ട കാരണം ഇപ്പം ഈ പഠിച്ചതൊക്കെ നന്നായിട്ടൊന്ന് ഓർത്ത് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ തലയിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് പോയിട്ട് ഫ്രഷൊക്കെ ആയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വാ, നമുക്ക് ഓർഗാനിക് പഠിക്കാൻ റെഡി ആയിട്ട് വരാം. അപ്പോൾ മിസ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു തരാം കേട്ടോ.
ഓക്കെ, അപ്പോൾ എല്ലാവരും ഓർഗാനിക് പഠിക്കാൻ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ആൽഡിഹൈഡ്സിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് C≡OH, കീറ്റോൺസിൽ C≡O. ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡിൽ R≡COO OH. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ ഓക്കെ, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ആൽഡിഹൈഡ്സ്, എന്താണ് കീറ്റോൺസ്, എന്താണ് കാർബോക്സിലിക് ആസിഡ് എന്നൊക്കെ. ഓക്കെ, ഇനി മിസ് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഒരുവിധം ഓർഗാനിക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കുറേ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ലൈക്ക് ഇതിലാണെന്നുണ്ടെങ്കിൽ റോസൻമൺ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, സ്റ്റെഫൻ റിയാക്ഷൻ, അങ്ങനെ കുറേ റിയാക്ഷൻസ് ഉണ്ട്, നെയിംഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ ഈ ഇത് നേരെ ആദ്യം തന്നെ നമുക്ക് റിയാക്ഷൻ വെച്ച് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ എന്താ പറയുക, നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ, പിന്നെ അവരുടെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കീറ്റോൺസിൻ്റെ, കാർബോക്സിലിക് ആസിഡ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ആ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു റിയാക്ഷൻ വെച്ച് തുടങ്ങാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആസിഡ് ക്ലോറൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് H2 വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, പലാഡിയം, ബേരിയം സൾഫേറ്റ്. ഓക്കെ, ഹൈഡ്രോജനേഷനാണ് അവിടെ നടക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതാം? തന്നെ ഈ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയണം. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് റോസൻമൺ റിയാക്ഷനാണ്. ഓക്കെ, അതിലെന്താ സംഭവിക്കണേ? ഒരു ആസിഡ് ക്ലോറൈഡിൻ്റെ ഹൈഡ്രോജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, പലേഡിയം. നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ ബെൻസൈൽ ക്ലോറൈഡ് ആണ് തന്നിരിക്കണേ. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാകുക? ഒരു ആൽഡിഹൈഡാണ് കിട്ടുക. ബെൻസൈൽ ക്ലോറൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ്. നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്ന് എഴുതണം, ഓർ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, CHO, ബെൻസാൽഡിഹൈഡ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ട ഒരു അല്ലെങ്കിൽ നെയിംഡ്, ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച ഒരു നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് റോസൻമൺ റിയാക്ഷൻ. ഓക്കെ, അതിലെന്താ? ബെൻസാൽഡിഹൈഡ് ഗിവിങ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് ബെൻസാൽഡിഹൈഡ് അല്ല ബെൻസൈൽ ക്ലോറൈഡ്, ഒരു ആസിഡ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഒരു കാറ്റലിസ്റ്റ്, ഹൈഡ്രോജനേഷൻ, നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് എനി ടു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡിൻ്റെ ഏതെങ്കിലും 2 ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാണ്. അതായത് നമ്മുടെ ആൽഡിഹൈഡിൽ ഏതെങ്കിലും ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക എന്നുള്ളതാണ്. കുറച്ചധികം സീരീസ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഉണ്ട് ഈ ആൽഡിഹൈഡിൽ. അതിലേതെങ്കിലും 2 എണ്ണം. സോ മിസ് എന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് അഡീഷൻ ഓഫ് അമ്മീനാണ്. അഡീഷൻ ഓഫ് അമോണിയ എന്ന് പറയുമ്പോൾ RCH ആൽഡിഹൈഡ് ആണ്, പ്ലസ് NH3 എന്ത് കിട്ടും? RCHOH NH2 ഗിവിങ് RCH ഡബിൾ ബോണ്ട് NH പ്ലസ് H2O. ഈ കോമ്പൗണ്ടിൽ നിന്ന് H2O പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? അത് ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഇമീൻസ് എന്ന് വിളിക്കും. സോ ഫസ്റ്റത്തെ റിയാക്ഷൻ വിത്ത് അമോണിയ, ഫസ്റ്റത്തെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് അഡീഷൻ വിത്ത് അമീൻ. അമീൻ എന്ന് പറയുമ്പോൾ RCHO പ്ലസ് R-NH2 ഗിവിങ് RCHOH NHR- എന്ത് കിട്ടും? RCH ഡബിൾ ബോണ്ട് NR- പ്ലസ് H2O. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് H2O
പോയി കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷിഫ്സ് ബേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ പ്രൊഡക്റ്റ് വെൻ എത്തനാൽ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ, അപ്പോൾ റെഡ്യൂസ് ചെയ്യാണ്, അതായത് റിഡക്ഷനാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് നമ്മൾ എത്തനാലിനെ റെഡ്യൂസ് ചെയ്യാണ്. സോ എത്തനാൽ നമ്മൾ എങ്ങനെ എഴുതുക? CH3CHO, അതിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് LiAlH4ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോളാണ് കിട്ടുക. അതെന്ന് പറയുന്നത് എന്താ? ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. സോ 2 കാർബൺ ആറ്റം വരുന്ന CH3CHOH, അല്ലെങ്കിൽ എത്തനോൾ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ച 2 റിയാക്ഷൻസ്, ഒന്ന് ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്ന റിയാക്ഷനാണ്, നെയിംഡ് റിയാക്ഷനാണ്, റോസൻമണ്ട് റിയാക്ഷനാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്, അത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എത്തനാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? അതും ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ RCH ഡബിൾ ബോണ്ട് NH, ഇതിനെ നമ്മൾ ഇമീൻസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ RCH ഡബിൾ ബോണ്ട് NR, ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻസ് അല്ലെങ്കിൽ ഷിഫ്സ് ബേസ് എന്ന് വിളിക്കും. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ് എമംഗ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ആൽഡിഹൈഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കീറ്റോൺസിനെ കുറിച്ചും പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിൻ്റെ ഇടയിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്നും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ മിസ് പറഞ്ഞുതരാം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് എനി ടു ടെസ്റ്റ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ആൽഡിഹൈഡ്സ് ഫ്രം കീറ്റോൺ. അതായത് ആൽഡിഹൈഡ്സും കീറ്റോൺസും രണ്ടിനും ഒരു കാർബോണിൽ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ടോളറൻസ് ടെസ്റ്റും അതുപോലെ തന്നെ ഫെലിങ്സ് ടെസ്റ്റും. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് മിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൽഡിഹൈഡ്സ് എന്തുകൊണ്ടാണ് മോർ റിയാക്റ്റീവ് എന്നുള്ളതിൻ്റെ കാരണം അഡീഷൻ റിയാക്ഷൻസിൽ സ്റ്റെറിക് ആൻഡ് ഇലക്ട്രോണിക് റീസൺസ് ആണ്. ഓക്കെ, ആൽഡിഹൈഡ്സിൽ വരുന്നത് എങ്ങനെയാണ്? RC ഡബിൾ ബോണ്ട് OH, കീറ്റോൺസിൽ RC ഡബിൾ ബോണ്ട് OR ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ സ്റ്റെറിക് ഹിൻട്രൻസ് വരുന്നുണ്ട്, കാരണം 2 ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് കീറ്റോൺസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെറിക് ഹിൻട്രൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ആവാനുള്ള കാരണം ഇവർക്ക് ഇലക്ട്രോൺ റിലീസിങ് നേച്ചറാണ് ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സിന്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാർബൺ ഉണ്ടല്ലോ, അതായത് ഈ കാർബൺ, ആ കാർബണിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി അവർ റെഡ്യൂസ് ചെയ്യും. ഇലക്ട്രോഫിലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള അതിൻ്റെ ഒരു കഴിവ്, അതായത് ന്യൂക്ലിയർ ഫൈലിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊരു റിഡ്യൂസ് ചെയ്യും. അപ്പോൾ 2 റീസൺസ് കൊണ്ടാണ് ആൽഡിഹൈഡാണ് മോർ റിയാക്റ്റീവ്. ആൽഡിഹൈഡിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ, ബാക്കി വരുന്നത് ചെറിയ ഹൈഡ്രജനാണ്. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ന്യൂക്ലിയർ ഫൈലിനെ ആഡ് ചെയ്യിക്കാം. അതുപോലെ തന്നെ സ്റ്റെറിക് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ 2 ബൾക്കി ഗ്രൂപ്പ്സാണ്, അതുകൊണ്ട് ഈ ന്യൂക്ലിയർ ഫൈലിന് ഇങ്ങനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഇനി ടെസ്റ്റാണ്, അതായത് 2 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റുകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോളറൻസ് ടെസ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ്. ഓക്കെ, ഈ 2 ടെസ്റ്റും ആൻസർ ചെയ്യുന്നത് ആരാ? ആൽഡിഹൈഡ്സ് ആണ്. കീറ്റോൺസ് ഈ 2 ടെസ്റ്റും തരില്ല. അപ്പോൾ ടോളറൻസ് റിയേജൻറ്റ് നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലേക്ക് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ ടോളറൻസ് റിയേജൻറ്റ് എന്താ? ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ്. ഈ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്രഷ്ലി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് തന്നെയായിരിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കി കുറേ കാലം എടുത്ത് വെച്ചൊന്നും പോരാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന സിൽവർ
ഒരു കളർ കിട്ടില്ല. ഓക്കെ, സോ ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, ഓക്കെ, അത് എടുത്ത് ആ ടോളറൻസ് റിയേജൻറ്റ് ഈ നമ്മുടെ തന്നിരിക്കുന്നതിലേക്ക് എടുത്ത് ഒഴിച്ച് വോം ചെയ്യുക. വോം ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സിൽവർ മിറർ കിട്ടും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ആ ഒരു എന്താ പറയുക, ടെസ്റ്റ് ട്യൂബിൽ നല്ല ഭംഗിയുള്ള സിൽവർ മിറർ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ +2 നിങ്ങൾ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ +2 ആണല്ലോ അല്ലേ, സോറി, നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഡിഗ്രിക്കൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയുള്ള സിൽവർ മിറർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ സംഭവിക്കണേ? ആൽഡിഹൈഡ് അതിൻ്റെ കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോണായിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ സിൽവർ നൈട്രേറ്റ്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് അല്ലേ, ആ സിൽവർ നൈട്രേറ്റ് എന്താവും? സിൽവർ മെറ്റലായിട്ട് മാറും. അപ്പോൾ സിൽവർ മെറ്റലായിട്ട് മാറുമ്പോൾ സിൽവർ കളർ എന്തായാലും വരുമല്ലോ. ഓക്കെ, ഇനി അതിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് RCHO, നമ്മുടെ ആൽഡിഹൈഡ് പ്ലസ് 2AgNH3 അതെന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഓക്കെ, അതിനെ നമ്മൾ വോം ചെയ്യുക. അപ്പോൾ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോണായിട്ട് മാറി, ഇത് Ag, പിന്നെ ബാക്കി H2O 4NH3. അപ്പോൾ ഇത് മൊത്തം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളറൻസ് ടെസ്റ്റ് കഴിഞ്ഞു. ആൽഡിഹൈഡ്സ് മാത്രമേ ഈ ടെസ്റ്റ് തരുള്ളൂ, കീറ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് തരില്ല. ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞേ. ഇനി വരുന്നത് ഫെല്ലിങ്സ് ടെസ്റ്റാണ്. അപ്പോൾ ഫെല്ലിങ്സ് ടെസ്റ്റിൽ, ടോളറൻസ് ടെസ്റ്റിൽ നമ്മൾ ടോളറൻസ് റിയേജൻ്റാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഫെല്ലിങ്സ് ടെസ്റ്റിൽ നമ്മൾ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടാവുക? ഫില്ലിംഗ് സൊല്യൂഷൻ. ഫില്ലിംഗ് സൊല്യൂഷൻ 2 ഉണ്ട്, ഫില്ലിംഗ് സൊല്യൂഷൻ എയും ഫില്ലിംഗ് സൊല്യൂഷൻ ബിയും. ഓക്കെ, ഈ 2 ഫില്ലിംഗ് സൊല്യൂഷൻ എയും ഫില്ലിംഗ് സൊല്യൂഷൻ ബിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിംഗ് സൊല്യൂഷൻ മൊത്തത്തിലുണ്ടാക്കുക. ഓക്കെ, സോ ഫില്ലിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ മിക്സ്ചർ ഓഫ് 2 സൊല്യൂഷൻസ്, ഫില്ലിംഗ് സൊല്യൂഷൻ എ ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി. ഓക്കെ, അപ്പോൾ ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്താ, ഫില്ലിംഗ് സൊല്യൂഷൻ എന്താ, ബി എന്താന്ന് പറയണ്ടേ? ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് അക്വസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ റൊഷല്ലേ സാൾട്ട് എന്നും കൂടി വിളിക്കും. ഓക്കെ, സോ ഓർത്ത് വയ്ക്കുക, ഫില്ലിംഗ് സൊല്യൂഷൻ എ നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അക്വസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂഷൻ കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക, സൊല്യൂഷനെ. ഓക്കെ, ബി എന്ന് പറയുന്നത് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ഓക്കെ, ഈ നമ്മുടെ ആൽഡിഹൈഡ്സും ഈ ഫില്ലിംഗ് സൊല്യൂഷനും ഫില്ലിംഗ് റിയേജൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വരും, കുപ്രസ് ഓക്സൈഡിൻ്റെ. ഓക്കെ, സോ അതിനുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ RCHO + 2Cu2+, നമ്മുടെ ഫില്ലിംഗ് സൊല്യൂഷൻ എയിൽ Cu2+, പിന്നെ ഫില്ലിംഗ് സൊല്യൂഷൻ ബിന്ന് സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്, അതെന്താവും നേരത്തെ പോലെ തന്നെ കാർബോക്സിലേറ്റ് അയോൺ വരും, പിന്നെ Cu2O എന്ന് പറയുന്നതിൻ്റെ റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് വരും, പിന്നെ 3H2. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ്സ് മാത്രമേ ഈ 2 റിയാക്ഷൻസിനും എന്താ പറയുക, നമുക്ക് സിൽവർ കളർ അല്ലെങ്കിൽ റെഡ് കളർ ഒക്കെ തരുള്ളൂ, കീറ്റോൺസ് തരില്ല. ഓക്കെ, സോ ഓർത്ത് വയ്ക്കാം. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ടെസ്റ്റും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും, അല്ല, ആൽഡിഹൈഡ്സ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ഓക്കെ, ഇവിടെ വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എഴുതണം? ആൽഡിഹൈഡ്സ്, എന്നിട്ട് വേണം നമ്മൾ റീസൺ എഴുതാൻ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നെയിംഡ് ഒരു റിയാക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ വരുന്നത് ഫസ്റ്റ് ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ സെൻറ്റൻസിൽ അതെന്താ വരുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ ഫോമിലും എഴുതണം. സോ ഹാലോഫോം റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ്, നമ്മൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണേ. സോ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ്, അവരുടെ ഒരു CH3CO ഗ്രൂപ്പ് അല്ലെങ്കിൽ CH3COH ഗ്രൂപ്പ് ഉണ്ട്. എന്നിട്ട് അവരെ നമ്മൾ ഒന്നില്ലെങ്കിൽ സോഡിയം ഹൈപ്പോഹാലൈറ്റ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹാലജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് എന്ത് കിട്ടും? ഹാലോഫോം. ഹാലോഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ CHX3, അതാണ് അതിൻ്റെ മോളിക്കുലർ ഫോമുല. ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയാം. ഈ എക്സ് ഏതെങ്കിലും ഹാലോജൻ ആകാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അയഡിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അയഡോഫോം റിയാക്ഷൻ എന്ന് പറയും. ഈ എക്സ് നമുക്ക് തന്നിരിക്കുന്ന എക്സ് ഉണ്ടല്ലോ, അത് I ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അയഡോഫോം റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ റിയാക്ഷനിൽ എന്താ സംഭവിക്കണേ? നമുക്കിവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് മാറും. ഹാലോഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ CHX3. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ
ഇതിൻ്റെ ഉള്ളിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവുമല്ലോ, ഇൻ കേസ് ഉണ്ടെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ യാതൊരു തരത്തിലും അറ്റാക്ക് ചെയ്യില്ല. ആകെ അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ്? ഈ നമുക്ക് തന്നിരിക്കുന്ന ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാകുക? RCOCH3 ഇൻ ദ പ്രസൻസ് ഓഫ് ഹാലോജൻ ഇൻ പ്രസൻസ് ഓഫ് NaOH. അതിനാണ് നമ്മൾ NaOX എന്ന് എഴുതുക. ഗീവിങ് RCOONa പ്ലസ് CHX3. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ്റെ കംപ്ലീറ്റ് മാർക്കും കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ബൈ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. നോക്കിക്കേ, വീണ്ടും ഒരു നെയ്മഡ് റിയാക്ഷനാണ് വന്നിരിക്കണേ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? നമുക്ക് ബെൻസാൾഡിഹൈഡാണ് കിട്ടണ്ടേ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതെന്താ? നമ്മൾ ആദ്യം തന്നെ ബെൻസീൻ എടുക്കാം. ഓക്കെ, സോ ബെൻസീൻ, അതിനെ COHCl പ്രസൻസ്, എൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ CuCl. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ബെൻസാൾഡിഹൈഡ്. ബെൻസാൾഡിഹൈഡ് കിട്ടും. CHO. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ CH3COCH3. സോ ഒരു കീറ്റോണാണ്. കീറ്റോൺ സിങ്ക് അമാൾഗത്തിൻ്റെ പ്രസൻസിൽ HCl പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടി? CH3 CH2 CH3 പ്ലസ് H2O. ഓക്കെ, നമുക്ക് ഈ കാർബണിൽ ഗ്രൂപ്പ് അതൊരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ CH2 ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷനാണ്? സിങ്ക് അമാൾഗത്തിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷനാണ്. ഓക്കെ, സോ ആദ്യം തന്നെ റിഡക്ഷൻ എന്ന് എഴുതാം. പിന്നെ ഏതൊക്കെ റിഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഈ റിഡക്ഷൻ ഏതാ? CO ഗ്രൂപ്പിനെ CH2 ആയിട്ട് മാറ്റുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ, അത് ക്ലെമൻസൻ റിഡക്ഷൻ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ദ ഫോളോയിങ് കൺവേർഷൻ. ജസ്റ്റ് പേര് എഴുതിയാൽ മതി. ക്ലെമൻസൻ റിഡക്ഷൻ. റിയാക്ഷൻ ഒന്നും എഴുതാൻ പറയണമല്ലോ, പേരല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ പേരെഴുതാം. ഓക്കെ, ക്ലെമൻസൻ റിഡക്ഷൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്ര ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വായോട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കുറച്ചുകൂടി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഞാനൊന്നും ഇതുവരെ പ്രിപ്പയർഡ് ആയിട്ടില്ല.
പേടിക്കണ്ട. നമ്മുടെ ഇന്നലത്തെ ഈ കെമിസ്ട്രിയുടെ ലൈവും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ലൈവും ഇന്നലെ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്നുകൂടി നിർത്ത് കാണുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ ബാക്കി എടുത്ത് കാണാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, കുറച്ച് നേരം ഇനിയുള്ള കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഈ പഠിപ്പിച്ചിരിക്കുന്ന ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. നല്ല മാർക്ക് കിട്ടും നാളെ കേട്ടോ. പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ 2 റിയാക്ഷൻസിൽ എക്സ്, വൈ, സെഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഫസ്റ്റത്തെ റിയാക്ഷനിൽ നമുക്ക് ബെൻസോയിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് HNO3യുടെയും കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യിച്ചാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണോ എക്സ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം COOH ഗ്രൂപ്പ് ഡിയാക്ടിവേറ്റിംഗ് അതുപോലെ തന്നെ മെട്ര ഡിറക്റ്റിംഗ് ആണ്. സോ നമുക്ക് മെറ്റ ഡെറിവേറ്റീവ്സ് ആണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ COOH അതായത് തന്നിരിക്കുന്ന ബെൻസോയിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രേറ്റിംഗ് മിക്സ്ചറാണ്. അപ്പോൾ മെറ്റാ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വരും? നൈട്രോ ഗ്രൂപ്പ് വരും. നൈട്രേറ്റിംഗ് മിക്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പാണ് വരിക. അപ്പോൾ എന്തായിരിക്കും എക്സ് എന്ന് പറയുന്നത്? COOH മെറ്റാ പൊസിഷനിൽ NO2 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി, കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് CH3CHO അതെന്ന് പറയുന്നത് എഥനാലാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്നൊരു പേരും കൂടി ഉണ്ട്. ഓക്കെ, സോ അസറ്റാൽഡിഹൈഡ് KOHൻ്റെ പ്രസൻസിലും അതുപോലെ തന്നെ എഥിലൈൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിലും. പിന്നെ NH2 അതെന്താ? ഹൈഡ്രസോൺ അല്ല, ഹൈഡ്രസീൻ. ഓക്കെ, ഹൈഡ്രസീൻ്റെ പ്രസൻസിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രൊഡക്ട്സ് കിട്ടുമെന്ന് പറയണേ. ആ 2 പ്രൊഡക്ട്സ് വൈയും സെഡും ഏതാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, ഇതിനെവിടെയോ ഒരു വുൾഫ് കിഷ്ണർ റിഡക്ഷൻ്റെ ചായയില്ലേ? ഇതെന്ന് പറയുന്നത് വുൾഫ് കിഷ്ണർ റിഡക്ഷനാണ്. അപ്പോൾ വുൾഫ് കിഷ്ണർ റിഡക്ഷൻ്റെ ജനറൽ ഫോമുല എങ്ങനെയാണ് വരിക? C+O പ്ലസ് അല്ല NH2 അതിൻ്റെ പ്രസൻസിൽ എന്ത് കിട്ടും? C+N=NH2. ഇനി കിട്ടിയ പ്രൊഡക്റ്റിന് നമ്മൾ KOH അതുപോലെ തന്നെ ഗ്ലൈക്കോളുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH2 പ്ലസ് NH2. അപ്പോൾ ഇത് ജനറൽ. ഇത് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ബേസിസിലൊന്ന് എഴുതി വെക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? അസറ്റാൽഡിഹൈഡാണ്. അപ്പോൾ C+OH ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ C+, ഇവിടെ H, ഇവിടെ CH3, NH2. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? CH2, ഇവിടെ H, ഇവിടെ CH3. അതെന്ന് പറയുന്നത് എന്താ? CH3 അതായത് മീഥേൻ പ്ലസ് ഇവിടുന്ന് ബാക്കി എന്തുണ്ട്? N2. ഓക്കെ, സോ നമ്മുടെ Y എന്ന് പറയുന്നത് CH3 ആൻഡ് Z എന്ന് പറയുന്നത് N2. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ മൊത്തം എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ബെൻസാൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ഇത്താഡ് റിയാക്ഷൻ. ഇത്താഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒരു നെയ്മഡ് റിയാക്ഷനാണ്. അപ്പോൾ
പിന്നെ ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആട്ടോ, അത് ഞാൻ മിസ് പറഞ്ഞുതരാം. അത് നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം. സോ ഇത്താഡ് റിയാക്ഷനിൽ നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ടുളുവിൻ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടുളുവിൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ക്രോമിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടും. അതാണ് ഇത്താഡ് റിയാക്ഷൻ. അപ്പോൾ ഇത്താഡ് റിയാക്ഷൻ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇത്താഡ് റിയാക്ഷൻ അങ്ങനെ തന്നെ എഴുതാം, ബെൻസാൾഡിഹൈഡ് അല്ലേ കിട്ടണ്ടേ. അപ്പോൾ അതിന് ടുളുവിൻ എന്ന് പറയുന്നത് എന്താ, ഇതാണ് ടുളുവിൻ CH3, അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്ന ഇതിനെയാണ് നമ്മൾ ടുളുവിൻ എന്ന് വിളിക്കുക. പിന്നെ നമ്മൾ എന്തിനെ ക്രോമിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് CrO2Cl2. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് CS2 നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് കിട്ടും. അതെന്ന് പറയുന്നതാണ് CHOCl2 ട്വൈസ്. ഓക്കെ, ഇനി കിട്ടിയ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, H3O+ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിംപ്ലി നമ്മുടെ വേണ്ട പ്രൊഡക്റ്റായ ബെൻസാൾഡിഹൈഡ് കിട്ടും. അത്രയേ ഉള്ളൂ, ഇത്ര എഴുതിയാൽ മതി, കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റിക് ആസിഡ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിക് ആസിഡ് എഴുതണം. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3C, അസറ്റിക് ആസിഡ് 2 കാർബണുള്ള ആസിഡ് അസറ്റിക് ആസിഡ്. പിന്നെ എത്തനോൾ എന്ന് പറയുമ്പോൾ 2 കാർബണുള്ള C2H5 ആൽക്കഹോൾ. ഓക്കെ, സോ CH3COOHും അതുപോലെ തന്നെ C2H5OHും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അതെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആസിഡും ആൽക്കഹോളും കൂടിയാണ് റിയാക്ട് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നടക്കുക എസ്റ്ററിഫിക്കേഷനാണ്. എസ്റ്ററിഫിക്കേഷൻ നമ്മളിപ്പോഴും ഒരു കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഡീഹൈഡ്രേഷൻ. സോ H2O പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, CH3COOC2H5 പ്ലസ് H2O. ഇതിൻ്റെ പേരെന്താ, ഈഥൈൽ എസ്റ്ററാണ് ഫോം ചെയ്യണേ. ഓക്കെ, സോ ഒരു ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എസ്റ്ററാണ്. സോ ഈഥൈൽ എത്തനോവേറ്റ്, ഇതാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇനി മൊത്തത്തിൽ റിയാക്ഷൻ്റെ പേരെന്താ, എസ്റ്ററിഫിക്കേഷൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു, സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു 2 റിയാക്ഷൻസ് ആണ് കാനിസാറോ റിയാക്ഷനും ആൾഡോൾ കണ്ടൻസേഷനും. ഇതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. സോ കാനിസാറോ റിയാക്ഷൻ എന്താണെന്നാണ് ആദ്യം എഴുതണേ. അപ്പോൾ കാനിസാറോ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്സ് ഹാവിങ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം, അതായത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത, അതായത് കാർബണിൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുക. അതിലെന്തെങ്കിലും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആൽഫ ഹൈഡ്രജൻ. അങ്ങനെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് അതേതാ, നമ്മുടെ HCHO ഫോർമാൽഡിഹൈഡ്. അത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി, ഒന്നില്ലെങ്കിൽ NaOH അല്ലെങ്കിൽ KOHൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൽഡിഹൈഡ്സ് സെൽഫ് ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും, സെൽഫ് ഓക്സിഡേഷനും അതുപോലെ തന്നെ റിഡക്ഷനും സംഭവിച്ചു കഴിഞ്ഞിട്ട് ആൽക്കഹോളിൻ്റെ ഒരു മോളിക്യൂളും അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടിൻ്റെ ഒരു മോളിക്യൂളും ഫോം ചെയ്യും. ഇതിനെയാണ് കാനിസാറോ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഇതിങ്ങനെ എഴുതാം, HCHO മെത്തനാൽ ഇൻ ദ പ്രസൻസ് ഓഫ് NaOH കോൺസെൻട്രേറ്റഡ് NaOH നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞേ, 1 മോളിക്യൂൾ ഓഫ് ആൽക്കഹോൾ. അപ്പോൾ CH3OH, പിന്നെ 1 മോളിക്യൂൾ ഓഫ് കാർബോക്സിലിക് ആസിഡ് സോൾട്ട്. അപ്പോൾ CH3COO NA, ഇവിടെ NA അല്ലേ. സോ ഇത്
സോൾട്ട്, കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട്. ഇത്രയേ ഉള്ളൂ കാനിസാറോ റിയാക്ഷൻ. ഇനി അടുത്ത് വരുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷനിൽ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആകാം, അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും വേണം. കാനിസാറോ നോ ആൽഫ ഹൈഡ്രജൻ, ആൽഡോൾ കണ്ടൻസേഷൻ ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും ഉണ്ടായിരിക്കണം. അവരെ നമ്മൾ ഒരു ഡൈലൂട്ടഡ് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റോ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഓക്കെ, അതുപോലെ തന്നെ ബീറ്റോ ഹൈഡ്രോക്സി കീറ്റോൺ, ഈ പ്രൊഡക്ട്സ് ആണ് കിട്ടുക. അപ്പോൾ ആൽഡിഹൈഡ്സ് ആണ് നമ്മൾ ഈ ഡൈലൂട്ട് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ്. അതിനെ നമ്മൾ ആൽഡോൾ എന്ന് വിളിക്കും. ഇഫ് കീറ്റോൺ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ അല്ലെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ പ്രൊഡക്റ്റിന് മൊത്തത്തിൽ ആൽഡിഹൈഡിക് അതുപോലെ തന്നെ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് അതായത് ആൽഡിഹൈഡിലെ ALDയും ആൽക്കഹോളിലെ OLും അതാണ് ആൽഡോൾ. പിന്നെ കീറ്റോണിക് ഗ്രൂപ്പും അതുപോലെ തന്നെ ആൽക്കഹോളും, സോ കീറ്റോ KETO കീറ്റോ പിന്നെ ഓൾ. ഓക്കെ, അതാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇനി നമ്മുടെ ഈ ലൈവിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു ഇതാണ്. ഇപ്പോൾ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ റിയാക്ഷൻ നോക്കിയേ, CH3CH2COOH. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡാണ്. പ്രൊപ്പനോയിക് ആസിഡ് നമ്മൾ ക്ലോറിനും അതുപോലെ തന്നെ റെഡ് ഫോസ്ഫറസിൻ്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ H2O കൂടി കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് റിയാക്ഷനാണ്? HVZ റിയാക്ഷൻ അല്ലെങ്കിൽ ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ, വേറൊരു നെയിംഡ് റിയാക്ഷനാണ്. അപ്പോൾ നോക്കിയേ, ഹാലോജനേഷനാണ് അവിടെ നടക്കണേ. HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ കാർബോക്സിലിക് ആസിഡ് അല്ലേ, അതിന് ആൽഫ ഹൈഡ്രജൻ ഇല്ലേ? വെൻ ട്രീറ്റഡ് വിത്ത് ഹാലോജൻ, നോക്കിയേ ഇവിടെ ഹാലോജനായിട്ടല്ലേ ട്രീറ്റ് ചെയ്തിരിക്കണേ. ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. അതായത് ഇവിടുത്തെ ഈ ആൽഫ ഹൈഡ്രജൻ മാറി അവിടെ ആൽഫ ഹാലോ വരും. അപ്പം എന്ത് കിട്ടും? നമ്മുടെ CH3 അവിടെ നിന്നൊരു ഹൈഡ്രജൻ പോയിട്ട് ClCOOH. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് +2 അല്ലേ എന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. ഇത് +2 ആണ്, +2ൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ ലൈവ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ്, അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ്, പിന്നെ D&F ബ്ലോക്ക്, പിന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നല്ല മാർക്ക് വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മിസ് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ.